بسم الله الرحمن الرحيم. സൽസബീലിന് ശറഹെഴുതാനല്ല ഇവിടുന്ന് ആവശ്യപ്പെട്ടത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ തുടങ്ങിയവരെ നമ്മൾ കാഫിറാക്കി കളഞ്ഞു എന്നാണ് മറുവിഭാഗം ഇതുവരെ വാദിച്ചത്. നമ്മൾ പറഞ്ഞത് സൽസബീലിന് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. വായിച്ചു കേൾപ്പിച്ച ആൾക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്താണ് മൂപ്പര വകയിൽ വ്യാഖ്യാനാണ്. വ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല. ഇവിടെ വ്യാഖ്യാനമല്ല വേണ്ടത്. കാന്തപുരം അതേപോലെ ഇ.കെയും കൂറ്റനാടുമൊക്കെ കാഫറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് സൽസബീലിലുണ്ടെങ്കിൽ അത് കൃത്യമായ ആളുകൾക്ക് വായിച്ചു കേൾപ്പിക്കണം. അതിവിടെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയോ ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചു. ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഞാൻ ആരെയും കാഫിറാക്കിയിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പറഞ്ഞതറിഞ്ഞിട്ട് അതിൽ വെറുപ്പ് വിചാരിക്കുന്നവൻ, രണ്ടാം ഷഹാദത്ത് കലിമ നിഷേധിച്ചവൻ കാഫിറുമാണെന്ന് ഞാൻ പറഞ്ഞു. അതിലാർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലാതെ ഇവിടെ കാഫിറാക്കിയതായി വായിക്കാൻ കഴിഞ്ഞില്ല, തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇനിയോ അതൊക്കെ ഞങ്ങൾ എതിരാളികൾ പറഞ്ഞതല്ലേ എന്ന്. എതിരാളികൾ പറഞ്ഞത് നിഷേധിച്ചോ? എതിരാളികൾ പറഞ്ഞത് വ്യാഖ്യാനിക്കല്ലേ ചെയ്തത് എന്ന് മാത്രമല്ല, എതിരാളികൾ മാത്രമാണോ എന്തേ സിറാജ് വിട്ടത്? 2000 ജൂൺ 7 ബുധൻ പാറന്നൂർ പി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതി, കാഫിർ പദം കൊണ്ടുള്ള കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇ.കെയും എ.പിയും വേർതിരിഞ്ഞതിന് ശേഷം തുടങ്ങിയതല്ല. പണ്ടേ നമ്മളിങ്ങനെ എല്ലാവരെയും കാഫിറാക്കുന്നതല്ലേ. എങ്ങനെ കാഫിർ പദം കൊണ്ടുള്ള കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഖുർആൻ പരിഭാഷയെപ്പറ്റി സുന്നി വോയിസിൽ എഴുതിയ ലേഖനത്തിൽ ശംസുൽ ഉലമ തന്നെ കേവിയുടെ പോക്ക് കുഫ്രിയത്തിലേക്കാണെന്ന് എഴുതിയിട്ടില്ലേ? ഇത് എതിരാളി എഴുതിയതാണോ? എതിരാളിയുടെ പത്രമാണോ? സിറാജ് പത്രമാണ്. കേവിയെ ഇ.കെ കാഫിറാക്കി കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. ഉള്ളാളങ്ങൾ ഇ.കെ കാഫിറാക്കി എന്നത് ഇ.കെ വിഭാഗം പറയുന്നു, അവർ പ്രചരിപ്പിക്കുന്നു. അതിനെഴുതിയ മറുപടികളിലും അതിനെതിരെ നടത്തിയ പ്രസ്താവനകളിലും അത് അംഗീകരിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള പരാമർശങ്ങൾ കാണുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇവിടെ വീണ്ടും അവശേഷിക്കുന്നു. ഉമർ മൗലവിയുടെ സൽസബീലിൽ, ഇവിടെ വ്യവസ്ഥയിൽ എഴുതിയ സൽസബീലിൽ, ആ സൽസബീൽ എടുത്തു ധരിച്ചുകൊണ്ടാണ് ഒരുപാട് കാലമായി ഈ നാട്ടിന്റെ നാനാഭാഗങ്ങളിലും സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുജാഹിദുകൾ എല്ലാവരെയും മുശ്രിക്കാക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ പ്രതിഷേധമുണ്ടാക്കാൻ വേണ്ടി, ഈ സാധാരണക്കാരുടെ വികാരത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത് ഉയർത്തിപ്പിടിച്ച് വായിച്ചത്. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കിട്ടിയപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. കാലാകാലമായി തെരുവോരങ്ങളിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യം, ഇ.കെ മുശ്രിക്കാക്കിയെന്ന്, എ.പിയെ മുശ്രിക്കാക്കിയെന്ന്, കൂറ്റനാടിനെ മുശ്രിക്കാക്കിയെന്ന് സൽസബിയിൽ വായിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ചോദ്യം 1 അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ എന്നാണ്. ഉത്തരം വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു ഭാഗം ബാക്കിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവൻ ശിർക്ക് ചെയ്യുകയില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം അങ്ങനെ ഒരു ശിർക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് പോയി. ഇവിടെ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണമുണ്ട്. നിങ്ങളുടെ വാദം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അല്ലാത്തവരുടെ ധാരണ കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നു. അതിന്റെ കുഴപ്പമാണ്. കാരണം അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നത്, ഇസ്തിഗാസ നടത്തുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലഹ്ക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ മുഹീദ്ദീൻ ശൈഖ് രക്ഷിക്കണേ ബാബ എന്ന് പ്രാർത്ഥിച്ചാൽ അതിനെതിരായി. ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന വ്യക്തി അദ്ദേഹം ഒരിക്കലും മുശ്രിക്കാവുകയില്ല എന്നതിന് തെളിവുദ്ധരിക്കാമോ? ഞാനത് വ്യക്തമായി പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ആ വിശ്വാസത്തിനെതിരായ പ്രവർത്തനം നടത്തിയാൽ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിനെതിരായി വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ശിർക്കാകും മുശ്രിക്കാകും. ആർക്കാണ് ഇവിടെ തർക്കം? നേരെ മറിച്ച് തെളിവ് ഞാൻ പറയേണ്ടതില്ല. എന്റെ സുഹൃത്ത് ഹനീഫ മൗലവിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം തെളിവ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളുമായി പോരാട്ടം നടക്കുകയാണ്. അപ്പൊ ഉസാമത്ത് ബിൻ സെയ്ദ് ഒരു മുശ്രിക്കുമായി പോരാട്ടം നടക്കുമ്പോ ഈ മുശ്രിക്ക് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസാമത്ത് ബിൻ സെയ്ദ് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു.
അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ ഞാൻ വധിച്ചു. റസൂൽ ചോദിച്ചു, അവലാ ശഖഖത ഖൽബഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ നീ വധിച്ചോ? നീ മുശ്രിക്കാണെന്ന് നിനക്ക് വധിച്ചോ അദ്ദേഹത്തെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ വധിച്ചോ? വളരെ ശക്തിയായി റസൂൽ പറഞ്ഞു. ആര് ശരി വൈഭാവില്ലല്ലോ, അപ്പുറത്ത് ഉദ്ധരിച്ചാണല്ലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂൽ പറഞ്ഞത് വരെ അവിടെ ഇല്ല. എന്നിട്ട് പോലും മുശ്രിക്കാണെന്ന നിലക്ക് ഒരു നടപടി സ്വീകരിച്ചുകൂടാ എന്ന് വ്യക്തമായി പറഞ്ഞ ഹദീസ് ഞാൻ ഉദ്ധരിക്കേണ്ടതില്ല, നിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അല്ലാഹു ഞങ്ങൾക്ക് തരുന്ന കറാമത്തുകളാണ്. നേരത്തെ മറ്റേയാൾ പ്രസംഗിക്കുമ്പോ ഞങ്ങള് അള്ളാനെ പോലെയാണ് കേൾവിയും കാഴ്ചയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ചു കഴിയുമ്പോ അദ്ദേഹത്തെ കൊണ്ട് നല്ല വായിപ്പിച്ച് വേറൊരു പുസ്തകം, ആ പുസ്തകത്തിൽ അയാൾ തന്നെ പറയുന്നു അള്ളാനെ പോലെ കാഴ്ചയും കഴിവുണ്ടെന്നൊന്നും വിശ്വസിക്കാൻ പാടില്ല, അന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മറ്റേ പുസ്തകമോ അതിന്റെ അപ്പുറം അയാൾ മാറ്റിവെച്ച് വായിച്ചതാണ്, അതിന്റെ അപ്പുറമുള്ള വാചകം മാറ്റിവെച്ച് വായിച്ചതാണ്. അങ്ങനെ ചില കറാമത്തുകളുണ്ട്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് തന്നെ അല്ലാഹു പറയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കാന്തപുരം, കൂറ്റനാട്, ഈ മൂന്നാളുകൾ മുശ്രിക്ക് അല്ലാന്നാണോ നിങ്ങളുടെ വാദം? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ദാനം ചെയ്യാൻ വേണ്ടി ആട്ടിനെ അറക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അതുപോലെ കൂറ്റനാട് മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അവർ മുശ്രിക്കാണെന്നാണോ നിങ്ങളുടെ വാദം? അല്ല എന്നാണോ? അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു കിട്ടിയാൽ മരിച്ചുപോയ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരോടും കൂറ്റനാട് മുസ്ലിയാരോടും ഞങ്ങൾക്ക് വളരെയേറെ അവരെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ വാദം മാറ്റിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമായി. ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അതും പറയിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തുഷ്ടരായി. അതുകൊണ്ട് നിങ്ങളുടെ വാദം അങ്ങനെ അറക്കുന്നവർ മുശ്രിക്കാണെന്നോ അല്ലെന്നോ? മുശ്രിക്കാണെന്നോ അല്ലെന്നോ? മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ വിതരണം ചെയ്യാനുള്ള ആട്ടിനെ അറുത്താൽ ആ അറുക്കാൻ വേണ്ടി പറയുന്നവരും അടുത്തവരും മുശ്രിക്കാണോ? അല്ലേ? മുശ്രിക്കല്ല എന്നാണ് നിങ്ങളുടെ വാദം. അൽഹംദുലില്ലാഹ്, മുർമൂലി മരിച്ചുവെങ്കിലും അയാൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കണം, നിങ്ങളെങ്കിലും അത് പറയണം. പിന്നെ ഞങ്ങൾ വായിച്ചില്ലേ, വായിക്കുന്നതിന് എന്താണ് മുടക്കം? ഇതിനെന്റെ വിശദീകരണം ഇല്ലാതെ വായിക്കാം, എല്ലാരും കേട്ടോളൂ. ശവം തിന്നുന്നത് അല്ലാഹു ഹറാമാക്കി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടത് തിന്നലും അല്ലാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വഇൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ വാചകമാണ് ഞങ്ങളെ വ്യവസ്ഥയിൽ എഴുതിയത്. അത് നിങ്ങൾ ആ സെൽസബിയിൽ വായിച്ചു ഞാൻ. അതങ്ങനെ തന്നെ അതിലുണ്ട്. അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട്. പക്ഷെ ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖാകുന്നില്ല. ആ പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഗാന്ധി ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാർ കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് ഞാൻ കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ ഇ.കെ. വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ടു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ, ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേറിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പർ സമ്മതിച്ചു. സൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല.
സൽസബീൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചെയ്യേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സൽസബീലിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. സൽസബീലിൽ അങ്ങനെയില്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്. തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സൽസബീലിന്റെ ഫോട്ടോ കോപ്പിയും കണ്ടാ വന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്, എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളത് വായിക്കും. എന്താ സൽസബീലിലുള്ളത്? സൽസബീലിൽ പറയുന്നു, ആരെപ്പറ്റിയാണ് ഇവിടെ മുശ്രിക്ക് എന്ന് പറഞ്ഞത്? കാന്തപുരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം. ഏപി മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വായിക്കണം. ഈക്ക് മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വായിക്കണം. എന്താ ഇവിടെ വിഷയം? എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. തർക്കമാണ് വിഷയം. അള്ളാഹ് ഹലാലാക്കിയ സംഗതി ഹറാമാക്കിയാൽ, അള്ളാഹ് ഹറാമാക്കിയ സംഗതി ഹലാലാക്കിയാൽ അത് അംഗീകരിച്ചാൽ ശിർക്കല്ല എന്ന വാദം ആർക്കെങ്കിലും ഉണ്ടോ? അത് ദീനിനെതിരാണെന്ന വാദം, ദീനിനെതിരല്ല എന്നാർക്കെങ്കിലും വാദമുണ്ടോ? ഇല്ല. ചോദ്യം കൃത്യമായി രണ്ട് ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നു. നിങ്ങൾ വാദിക്കുന്നത് പോലെ 985 ഡിസംബറിലെ സൽസബീൽ മാസിക ഉദ്ധരണിയിൽ EK അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി മുശ്രിക്കാക്കിയ ഭാഗം വായിക്കാമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വാദം തെളിയില്ല, അങ്ങനെ ഞങ്ങൾക്ക് വാദമില്ല, ശിർക്ക് വരും എന്നാണെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയണം. തെറ്റ് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കാതിരുന്ന മുശ്രിക്കാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുമോ? സംഭവിക്കുമെങ്കിൽ അത് പറയണം, ഇല്ലെങ്കിൽ അത് പറയണം. ഇല്ല, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് വാദമുണ്ടെങ്കിൽ അത് പറയണം. അല്ല, ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ച് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വാദമെങ്കിൽ അത് പറയണം. ഈ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ചോദിക്കാനുള്ള കാരണം, സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ പിന്നൊരിക്കലും നമ്മളെ ജീവിതത്തിൽ ശിർക്ക് വരില്ല, അതൊക്കെ മുജാഹിദീങ്ങൾ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചു വെക്കുന്നതാണ് എന്ന നിലയിൽ മനസ്സിലാക്കിയ സാധാരണക്കാരായ ആളുകളുണ്ട്. അവരൊന്ന് കേൾക്കട്ടെ നിങ്ങളുടെ മറുപടി. ഉണ്ടെന്നാൽ സംഭവിക്കുമെന്നാണോ സംഭവിക്കുകയില്ല എന്നാണോ? രണ്ട് ചോദ്യവും വീണ്ടും ഇവിടെ അവശേഷിക്കുന്നു. സൽസബീലിന് വ്യാഖ്യാനം പറയേണ്ടതില്ല, സ്വന്തം അഭിപ്രായം പറയേണ്ടതില്ല, വേറുണ്ടോന്ന് ചോദിക്കേണ്ടതില്ല. ഉണ്ടെങ്കിൽ സൽസബീലിൽ നിന്നൊന്ന് വായിച്ചു കേൾപ്പിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഉമർ മൗലവി വേറെ എഴുതിയത് ഞാൻ നോക്കിയിട്ടില്ല എന്നാണ് എഴുതിയത്. ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞു. കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയതുകൊണ്ട് കാഫറും മുർത്തദ്ദുമാണ് എന്ന് EK അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ഒരു ലേഖനം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അല്ലെങ്കിൽ ഞങ്ങളെ ഒരു പണ്ഡിതൻ അങ്ങനെ എഴുതിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതാ കാണേണ്ടത്. കൂറ്റനാട് മുസ്ലിയാർ കാഫറും മുർത്തദ്ദുമാണെന്ന് എഴുതിയ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഒരു ഉദ്ധരണി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. EK അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? കാന്തപുരം എഴുതിയത് കാണിക്കാൻ കഴിയുമോ? നിങ്ങളത് കാണിക്കണം. കാഫറും മുർത്തദ്ദുമാണ് കൂറ്റനാട് മുസ്ലിയാർ എന്ന് എഴുതിയ ഒരു ലേഖനം നിങ്ങൾ കാണിക്കണം. നിങ്ങളാണ് അത് ഉദ്ദേശിച്ചത്. നിങ്ങളെ പണ്ഡിതനായ ഉമർ മൗലവി, നിങ്ങൾ മാല ചൊല്ലുന്ന ഉമർ മൗലവി, അതെ, നിങ്ങൾ മാല ചൊല്ലാറില്ലേ? ഇസ്ലാഹി മാസികയിലെ മാല, അതെ, സ്വർഗത്തിലേക്കു കോതിച്ചോ ചേതന വേദന ശാന്തീതൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ ഫോട്ടോ എടുത്തതല്ലേ നിങ്ങൾ? മാലയില്ലേ ഇസ്ലാഹില്? നിങ്ങൾ പിന്നെ ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയപ്പോ തിരുത്തിയത് കൊണ്ട് കാര്യമുണ്ടോ? അതുപോലെ നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി, അതെ, ആ വിചിന്തനത്തിലില്ലേ ഉമർ മൗലവി വിളിച്ചു പറഞ്ഞത്? ആ ഇസ്തിഗാസ ചെയ്യുന്ന ഉമർ മൗലവി അദ്ദേഹമാണ് എഴുതിയത് ഞങ്ങളെ പണ്ഡിതന്മാരെ പേര് വെച്ചിട്ട് മുശ്രിക്കുകളാണ്. അതുപോലെ ഞങ്ങളുടെ ഒരു ആധികാരിക പണ്ഡിതൻ കൂറ്റനാട് KV മുസ്ലിയാർ കാഫറും മുർത്തദ്ദുമാണ്
എന്നെഴുതിയത് നിങ്ങൾ തെളിയിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണോ? എങ്കിൽ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ നിങ്ങൾ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ ആ വാദക്കാരനാണ്. ഒരാളെ സംബന്ധിച്ച് കാഫിർ മുർത്തദ് എന്ന് പറയാൻ പാടില്ല, മുശ്രിക് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഒരു മുസ്ലിമിനെ കുറിച്ച് പറയാൻ പാടില്ല. ഞാൻ ആ വാദക്കാരനാണ്. അതുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വാദം എന്താ? നിങ്ങളത് തുറന്നു പറയണം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചോദിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും ശിർക്ക് ചെയ്യൂല എന്നൊരു വാദമുണ്ടോ? ശിർക്ക് ചെയ്താൽ ശിർക്കാവൂലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എതിരായ ഒരു വിശ്വാസം വിശ്വസിച്ചാൽ ശിർക്കാവും. ലാ ഇലാഹ എന്താണ് ശിർക്ക് നിങ്ങൾ പഠിച്ചില്ല. എന്താണ് തൗഹീദ് എന്ന് പഠിച്ചില്ല. ഈതിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ, വിശ്വാസമാണ് തൗഹീദും ശിർക്കും. ആ വിശ്വാസത്തിന് കളങ്കം വന്നാൽ ശിർക്കാവും. കർമ്മമല്ല ശിർക്ക്, കർമ്മമല്ല തൗഹീദ്, വിശ്വാസമാണ് തൗഹീദ്, വിശ്വാസമാണ് ശിർക്ക്. അതാണ് മഹാനായ തഫ്താസാനി പറഞ്ഞത്, ഈതിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ, ഇലാഹായിരിക്കുന്നതിലോ ഇലാഹിന്റെ എന്തെങ്കിലും ഒരു ഗുണത്തിലോ മറ്റൊരാൾക്ക് പങ്കുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്ന ശിർക്ക്, അതില്ലെന്ന വിശ്വാസം തൗഹീദ്. ഞങ്ങൾ ശിർക്ക് എന്താണെന്ന് പഠിച്ചവരാണ്. അതെ, എന്താണ് ശിർക്ക്? ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്ത് ശരീക് ഫിൽ ഉലൂഹിയ്യത്ത് കമാ ഫിൽ ഉലൂഹിയ്യത്ത് ബിമഅനാ വുജൂബിൽ വുജൂദി കമാ ലിൽ മജൂസി ഔ ബിമഅനാ ഇസ്തിഹഖാഖിൽ ഇബാദ കമാ ലിഅബദത്തിൽ ഔസാൻ. തഫ്താസാനിയുടെ ശറഹുൽ അഖായിദ്. വിശ്വാസമാണ് ശിർക്ക്. ആ വിശ്വാസത്തിനെതിരെ വിശ്വസിച്ചാൽ ശിർക്കാവും. ആ വിശ്വാസത്തിനെതിരെ വിശ്വസിച്ചാൽ ശിർക്കാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമുള്ള ഒരാള് പിന്നെ ആ വിശ്വാസം പോവില്ല. നിങ്ങൾക്ക് വാദമുണ്ടോ? പോയാ പോവും, പോകണ്ട, പോയാ പോവും. പോകാത്തവരെ കുറിച്ചാണ് നമ്മളെ ചർച്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന മുസ്ലിം ഇസ്തിഗാസ ചെയ്താൽ മുശ്രിക്കാവോ എന്നാ ചോദ്യം. അല്ലാതെ പിന്നെ അയാൾ എവിടെയോ പോകും, ഞങ്ങൾ നിറോത്ര പിന്നാലെ പോരാ. അതിന് നിങ്ങൾ ചോദിക്കുമ്പോൾ ആധികാരികമായി ചോദിക്കണം, പണ്ഡിതോചിതമായി ചോദിക്കണം, വിഷയം പഠിച്ച് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ വ്യക്തമായ മറുപടി പറഞ്ഞ് ഓരോന്നോരോന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾ ചോദിക്കുമ്പോ പണ്ഡിതോചിതമായി ചോദിക്കണം. നിങ്ങൾ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കരുത്, പറയുന്നത് ആധികാരികമാകണം. നിങ്ങളുടെ സെൽസബീല് ഞാൻ വായിച്ചു, കൂട്ടുന്നില്ല, കുറക്കുന്നില്ല. കാന്തപുരം ഈക്കയും കൂറ്റനാടും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ദാനം ചെയ്യാൻ വേണ്ടി ആട്ടിനെ അർപ്പിക്കുന്നവരും അർത്ഥപരമാണ്. മുശ്രിക്കാണെന്നാണോ നിങ്ങളുടെ വാദം? അല്ലെന്നാണോ വാദം? നിങ്ങൾ സമുദായത്തോട് തുറന്നു പറയണം. അവർ മുശ്രിക്കാണെന്നാണോ അല്ലേ? അത് നിങ്ങൾ തുറന്നു പറയണം. അത് പറയാതെ നിങ്ങൾ ഉരുണ്ട് കളിച്ചാൽ അത് വിഷയമല്ല. നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ വിഷയം നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ചില സംശയങ്ങൾ നിങ്ങളിലേക്ക് ഇട്ടുതരികയാണ്. ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോ ശരിക്ക് വ്യക്തമായി ചോദിക്കുക, പണ്ഡിതോചിതമായി ചോദിക്കുക. അപ്പൊ ഞാൻ പണ്ഡിതോചിതമായ ഈ വിഷയങ്ങൾ നന്നായി പറഞ്ഞു തരുമ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. മൂപ്പരിക്കപ്പോ ലെവല് വിട്ടാണ്. ചോദ്യ ഉത്തരാതൊന്നും ഓർമ്മല്ല, ഉച്ചക്ക് മുമ്പുള്ള ക്ഷീണായിരിക്കും. ഏതായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചോദ്യത്തിന്റെ സമയത്ത് ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. 2-3 ചോദ്യം. കൂറ്റനാട് വിവേകർ മുശ്രിക്ക് അല്ല എന്നുണ്ടോ? കാഫിർ മുശ്രിക്കെന്ന് പറയാമോ? അതൊക്കെ ചോദ്യത്തിന്റെ സമയത്ത് ചോദിച്ചോളൂ. ഇല്ല ചോദ്യം പറഞ്ഞു തീർക്കണ്ട. ഞങ്ങളിവിടെ വായിച്ചത് സിറാജാണ്. സിറാജ് എന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയാണ് നിങ്ങൾ പറയുന്നത്. 1989 നവംബറിൽ മുസ്ലിങ്ങളുടെ സമ്മതിദാനം മാറി. കൂറ്റനാടിന്റെ അവസരവാദം നിർത്താനായില്ലേ രാഷ്ട്രീയകാര്യ ലേഖകൻ? കണ്ടോ? അതിലാ പറഞ്ഞത് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. ഈ സിറാജ വായിച്ചത്. സിറാജ് നിങ്ങൾ തള്ളി പറയോ? സിറാജിൽ ആരെഴുതിയാ? നിങ്ങൾ രാഷ്ട്രീയകാര്യ ലേഖകൻ. പേര് കൊടുക്കാൻ ധൈര്യമില്ലാത്തവൻ ആരാ? അത് നിങ്ങളാ പറയേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. പിന്നെ 1000 വട്ടം സാധിക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഒരൊറ്റ വട്ടം സാധിച്ചില്ല. മൂപ്പർ അതെന്നെ വായിക്കുക. പേർത്തും വായിച്ചിട്ട് അത് തെളിയില്ല. മാത്രല്ല ഇവിടെ പ്രസംഗം ഇപ്പൊ മൂപ്പര് പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന മുസ്ലിം ശിർക്ക് ചെയ്താൽ കാഫിറാവും, ശിർക്ക് ചെയ്യും. ഇതല്ലേ കഴിഞ്ഞത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പലവട്ടം പറഞ്ഞെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. പക്ഷേ സഹാബികളെ താബികളെ ചെയ്തിട്ടില്ല.
എന്നാ ഞങ്ങൾ കഴിഞ്ഞോടി പറഞ്ഞത്. അപ്പൊ ഇവ കടന്നു ഉരുണ്ട് ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം തന്നെ അവരെ സമ്മതിച്ചു. അതന്നെ ഞങ്ങളും പറയുന്നുള്ളൂ. ശിർക്കും കുഫറും മുസ്ലിമീങ്ങളോട് പറയാനുള്ള തന്നെയാണ്. ശിർക്കും കുഫറും നിങ്ങൾ പേടിക്കണ്ട എന്ന് ഖുർആന്റെ ഹദീസിൽ അവിടെ ഇല്ല. മറ്റ് തെറ്റുകളെ പേടിക്കുന്നത് പോലെ ശിർക്കിനെയും കുഫറിനെയും പേടിക്കണമെന്നാണ്. എന്നിട്ട് മുമ്പ് ശിർക്കിന്റെ ഒരു നിർവചനം, ആ നിർവചനം അനുസരിച്ച് തന്നെ നിങ്ങൾ ശിർക്കയുണ്ട്. ആദ്യം മുമ്പ് പറഞ്ഞു ബിമാന ഇസ്തിഹ്സാഖിൽ ഇബാദ, ഇത്ബാത്ത് ശരീക്ക് അല്ലാഹുവിന്റെ ശിർക്കിനെ വെക്കലാണ്. ബിമാന വുജൂബിൽ വുജൂദി, സ്വയംഭൂവാണ് എന്ന അർത്ഥത്തിൽ കമാലിൽ മജൂസിയുടെ വിശ്വാസം. ഔ ബിമാന ഇസ്തിഹ്സാഖിൽ ഇബാദ, അല്ലെങ്കിൽ ഇബാദത്തിന് അർഹമാണ് എന്ന ആശയത്തിൽ കമാലി അബദത്തിൽ അസ്നാം, വിഗ്രഹാരാധകർ. അപ്പൊ വിഗ്രഹാരാധകർ സ്വയം കൈവിൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങളെ നിർവചനത്തിൽ തന്നെ കിട്ടി. അതിന് പുറമെ ഇസ്തിഹ്സാഖുൽ ഇബാദ, വിളിച്ചാൽ കേൾക്കോ കേൾക്കും, ഉത്തരം ചെയ്യോ ഉത്തരം ചെയ്യും, കാണോ കാണും, അതന്നെ ഇസ്തിഹ്സാഖുൽ ഇബാദ. മനസ്സിലായില്ലേ? അതോടുകൂടി തന്നെ നിങ്ങൾ വിളിക്കണേ. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാ ശൈഖ് നിങ്ങളെ വിളി കേൾക്കോ? കേൾക്കും. നിങ്ങളെ കാണോ കാണും, ഉത്തരം ചെയ്യോ ചെയ്യും, 1000 വട്ടം വിളിച്ചാൽ ഉത്തരം ചെയ്യും. അതാ നിങ്ങളെ വിശ്വാസം. അതന്നെ ഇസ്തിഹ്സാഖുൽ ഇബാദ. അശ്ശിർക്കിങ്ങളെ കണ്ടാനാ പറഞ്ഞത്. പിന്നെ അള്ള കാണും പോലെ കാണും, കേൾക്കും പോലെ കേൾക്കും, നിങ്ങൾ എഴുതിയതാ. അങ്ങനെ വിശ്വസിച്ചാൽ അത് ഇലാഹാക്കലാണ് നിങ്ങളെന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കിതാബ് അനുസരിച്ച് നിങ്ങൾ ശിർക്ക് ചെയ്തു. അത് പറയലാ മുജാഹിദീങ്ങൾ ചെയ്യുന്നത്. പിന്നെ അല്ലല്ലാത്തവർക്ക് അർക്കിളിയെ സംബന്ധിച്ച് പള്ളി ദർശനം എന്ന സാവി ഒന്ന് കേട്ടോളി. മായിദ 2 വ്യാഖ്യാനത്തിൽ ഞങ്ങൾ 2 ചോദ്യം ഇവിടെ നിലനിൽക്കുക കേട്ടോ. അതോടുകൂടിയാ പറയുന്നത്. വമാദുബി അലൻ നുസുബി എന്നതിൽ ഐ ദുക്കിറ ഇസ്മു സനമി അലാ ദാലിക അൽ മദ്ബൂഹി, അറുക്കപ്പെടുന്ന വസ്തുവിന്റെ മേൽ വിഗ്രഹത്തിന്റെ പേര് പറഞ്ഞാൽ അത് വിഗ്രഹല്ലേ എന്നാ കേട്ടോ. ഫൈൻ ഫഅല ദാലിക മുസ്ലിമുൻ ലി വലിയിൻ, ഒരു മുസ്ലിം വലിയിന് വേണ്ടി അങ്ങനെ ചെയ്താൽ, അറുക്കുമ്പോ വലിയന്റെ പേരാണ് പറഞ്ഞത്. അള്ളാഹ്ക്ക് സാമീപ്യം തേടുന്നത് പോലെ വലിയനേക്ക് സാമീപ്യം തേടാനാണ് ഈ അറിവെങ്കിൽ ഫഹുവ മുർത്തദ്ദുൻ, അവൻ ഇസ്ലാമിന് പുറത്താണ്. ലാ തൂക്കൽ ദബിയത്തുഹു, അവൻ അർത്ഥം തിന്നാൻ പാടില്ല. വഅമ്മായിൻ കസദ അന്നദബ്ഹലില്ലാഹി വസവാബുഹു ലിൽ വലിയ ഫലാബൈസ. എന്നിട്ട് മൂപ്പരെ ന്യായീകരിച്ചു നോക്കുകയാണ്. ദബ്ഹ് അള്ളാഹ്ക്കും കൂലി വലിയനും. അർത്ഥിട്ട് ഇറച്ചി മുസ്ലിംമാർക്കും അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇറച്ചി മുസ്ലിംമാർക്കും അറിവ് വലിയനും. നിങ്ങൾ വായിച്ച ഉദ്ധരണിയിൽ തന്നെ അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തിന് വേണ്ടിയല്ല, നബിയിലേക്കുള്ള സാമീപ്യത്തിന് വേണ്ടി എന്ന് നിങ്ങൾ വായിച്ചില്ലേ? അതിനെ സംബന്ധിച്ച് ആർക്കാണ് തർക്കം? മയ്യിത്ത് നിസ്കരിക്കുന്നില്ലേ നിങ്ങൾ? മയ്യിത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയാണോ മയ്യത്തിന് വേണ്ടിയാണോ? മയ്യത്തിന്റെ പേരിൽ നിസ്കാരം അള്ളാഹ, മയ്യത്തിന്റെ പേരിലാണ് നിസ്കാരം. പക്ഷേ നിസ്കാരം അള്ളാഹുവിനാണ്. ഇതുപോലെ അറുക്കുന്നത് അള്ളാഹുവിനാണ്. പേരിൽ, മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ഇതിനുള്ളത് അങ്ങനെ തഖർറുബ് ചെയ്തു എന്നല്ല, സാമീപ്യം നേടാൻ വേണ്ടി എന്നല്ല, മറിച്ച് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ, മരണപ്പെട്ടവരുടെ പേരിൽ നിങ്ങൾ നിസ്കരിക്കാറില്ലേ? ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കാണ്. ചോദ്യം നിങ്ങൾ മറുപടി പറയണമെന്നില്ല, സദസ്സിന് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കാണ്. നിസ്കാരം, മയ്യിത്ത് നിസ്കാരം ഇബാദത്തല്ലേ? മരിച്ചവരുടെ പേരിൽ അത് ചെയ്യാൻ പാടുണ്ടോ? കാരണം മരിച്ചവരുടെ പേരിൽ ഇബാദത്ത് ചെയ്യാൻ പാടുണ്ടോ? മയ്യിത്ത് നിസ്കാരം ഇബാദത്തല്ലേ? മയ്യിത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവിന്, മരണപ്പെട്ടവരുടെ പേരിൽ ദാനം ചെയ്യാൻ, അത് മരണപ്പെട്ടവരുടെ പേരിൽ മയ്യിത്ത് നിസ്കാരം. ഇപ്പൊ മരണപ്പെട്ടവരുടെ പേരിൽ ചെയ്താൽ സമർപ്പിക്കുന്നത് അല്ലാഹുവിനല്ല. വാസ്തവത്തിൽ നിങ്ങളുടെ അബദ്ധം വലിയ അബദ്ധമാണ്. നേർച്ച അള്ളാഹ്ക്ക് മാത്രം നിങ്ങൾ പറഞ്ഞു. നിങ്ങളൊരു വജ്ജഹത്തുവിന്റെ അർത്ഥം വരെ പഠിച്ചില്ല. ഇന്ന സലാത്തി, നിശ്ചയമായും എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ ഹജ്ജും എന്റെ ഇബാദത്തും എന്റെ അറവും, വമഹ്യായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, എന്റെ സംവാദവും, എന്റെ മറുപടിയും, എന്റെ ചോദ്യവും എല്ലാം, മഹ്യായ വമമാതി, ജീവിതവും മരണവും മുഴുവനും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് സമർപ്പിക്കുന്നു. നിങ്ങൾ നേർച്ച അള്ളാഹ്ക്ക് മാത്രം മതി, ബാക്കിയുള്ളതെല്ലാവർക്കാം. ഞങ്ങളതിങ്ങനെയാ, എല്ലാം അള്ളാഹുവിന്. മയ്യിത്ത് നിസ്കാരം സമർപ്പിക്കുന്നത് അള്ളാഹുവിന്, മയ്യിത്തിന്റെ പേരിൽ അറക്കുന്നത് അള്ളാഹുവിന്, മയ്യിദീൻ ശൈഖിന്റെ പേരിൽ, ബാപ്പന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞങ്ങൾ ചൊല്ലുന്നത് അതുകൊണ്ടാ. ഇതാർക്കും മനസ്സിലാകും. നിങ്ങളൊരു നേർച്ച മാത്രം അള്ളാഹ്ക്ക്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക്. അങ്ങനെ ഒരു ഇസ്ലാമില്ല, മുഴുവനും അള്ളാഹുവിന്. നിങ്ങളെ ഈ വിവേചനമാണ് അബദ്ധം. നിങ്ങൾ തൗഹീദിൽ കുറെ വേണ്ടാത്ത വിവേചനം കിടത്തിക്കൂട്ടി, മുസ്ലിം സമുദായത്തിൽ കുറെ അന്ധവിശ്വാസം ഉണ്ടാക്കി നിങ്ങൾ. അതാണ് അബദ്ധം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കുമോ നിങ്ങൾ ചോദിച്ചു, ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ അറിയോ? ശിർക്ക്. നിങ്ങൾ നിങ്ങളുടെ പരിഭാഷ വായിച്ച് പഠിക്കണം. നിങ്ങൾക്ക് അറബി മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം, അതിനോട് ക്ഷമിക്കണം. നിങ്ങളുടെ പരിഭാഷ ഞാൻ വായിക്കട്ടെ. എന്തിനാ ശിർക്ക് എന്ന് പറയുന്നത്?
മുശ്രിക്കുകൾ വഴിപിഴച്ചതിന്റെ പ്രധാന കാരണം ശിർക്കു തന്നെ. അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. ഞങ്ങളുണ്ടോ നബിക്ക് അള്ളാഹുവിനോട് പങ്കുണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങളുണ്ടോ മുഹീദ്ദീൻ ശൈഖിന് സാമ്യത ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്നു? അപ്പൊ ശിർക്ക് എന്താണെന്ന് നിങ്ങൾ പരിഭാഷയെങ്കിലും വായിച്ചു പഠിക്കണം. തത്താസാനി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, സറഹുൽ അഖായിദ് മനസ്സിലാകുന്നില്ല. സറഹുൽ അഖായിദ് മനസ്സിലാകും. പച്ച മലയാളത്തിലുള്ള നിങ്ങൾ പരിഭാഷയെ പറഞ്ഞിട്ടുണ്ട് എന്താ ശിർക്ക്? ശിർക്ക് അള്ളാഹുവിന് സാമ്യതയുള്ളതിന് സ്ഥാപിക്കലാണ്, വിശ്വസിക്കലാണ് ശിർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശിർക്ക് അറിയാതെ പോയി. ഞങ്ങൾക്ക് പറയാനുള്ളത് ആ സാവിയിൽ നിങ്ങൾ വായിച്ച ഭാഗം അത് ഞങ്ങളെ വാദമാണ്. അള്ളാഹുവിനാണ് സമർപ്പിക്കേണ്ടത്. അതിന് പകരം വലിയനല്ല സമർപ്പിക്കേണ്ടത്. മയ്യിത്തിനാണോ നിങ്ങൾ നിസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്? മയ്യിത്തിന്റെ പേരിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മൗലവിമാർ സുഹൃത്തുക്കൾ മയ്യിത്തിനാണോ നിസ്കാരം സമർപ്പിക്കുന്നത്? മയ്യിത്തിന് ഫലം കിട്ടാൻ, നിസ്കരിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടാൻ. ഞങ്ങൾ അറക്കുന്ന ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ, മരണപ്പെട്ടവർക്ക് ഫലം കിട്ടാൻ. മരിച്ചവരുടെ പേരിലുള്ള നിസ്കാരം മരിച്ചവർക്ക് ഫലം കിട്ടാൻ. അതേസമയത്ത് നിസ്കാരം അള്ളാഹുവിനെ സമർപ്പിക്കുന്നു, ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ. മയ്യിത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതലുണ്ട്, ഖുർആൻ ഓതലുണ്ട്. മയ്യിത്തിന്റെ പേര് ഖുർആൻ ഓതൽ എന്ന് പറയുന്ന നിങ്ങൾ മയ്യിത്ത് മുന്നിൽ വെച്ച് ഖുർആൻ ഓതാറുണ്ട്, മയ്യിത്തിന്റെ പേരിൽ തന്നെ ഓതാറുണ്ട്. മയ്യിത്തിന് ഗുണം കിട്ടാൻ വേണ്ടിയാണ് ആ ഖുർആനോത്ത്. നിങ്ങൾ എന്തിനാണ് ചിന്തിക്കാതെ പോയത്? നിങ്ങൾ എന്തിനാണ് ഈ ഖുർആനോത്ത് മുടക്കിയത്? ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ മയ്യിത്ത് മുന്നിൽ വെച്ച് ഖുർആൻ ഓതുന്നത്? അപ്പൊ മയ്യിത്തിന്റെ പേരിൽ എന്ന വാചകം നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഓരോന്നിങ്ങനെ വാദപ്രകാരം പഠിച്ചു വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു നിങ്ങളെയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മയ്യിത്തിന്റെ പേരിൽ, മരണപ്പെട്ടവരുടെ പേരിൽ അറുക്കുന്നത് ശിർക്കാണ് നിങ്ങളുടെ വാദം. അതിന് ഖുർആനില്ല, ഹദീസില്ല, ഇജ്മാ ഇല്ല, ഖിയാസില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാതിരിക്കലാവൂല. നിങ്ങളൊന്ന് കേസറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കൂ. അത് വായിച്ചു കേൾപ്പിക്കാം, 1000 വട്ടം വായിക്കാം. ഇനിയും വായിക്കണമോ? വായിക്കാം. ഞാൻ വായിച്ചിട്ടില്ലേ? ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയേർക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം മുസ്ലിം സെൽസവിയിൽ 10 വട്ടം വായിച്ചിട്ടും കാര്യമല്ല. അതിൽ അപ്പൊ അറിഞ്ഞിട്ടുണ്ടോ? ഈ അബൂബക്കർ മുസ്ലിയാരെ പേരെടുത്ത് കാബറാക്കിയിട്ടുണ്ടോ? അതാ പറയേണ്ടത്. സെൽസബിൽ ഇനി 10 വട്ടം വായിച്ചിങ്ങനെ തസ്ബീഹ് പോലെ. പിന്നെ നിങ്ങൾ എത്ര ആവേശത്തിൽ എഴുതിയായി സിറാജൊക്കെ. ഇപ്പൊ ഇതിലെന്തൊക്കെ നിൽക്കാൻ കഴിയാത്ത ഞങ്ങളെ മുമ്പിൽ വന്നപ്പോ സൂചനാട് കോഫറും മുറുത്തത്തും പോണ് ആവേശത്തിൽ എഴുതിയല്ലേ. ആളെ മുമ്പിൽ എന്നപ്പോ എന്താ മിണ്ടാത്തത്? അതിനെപ്പറ്റി ഒരു വർത്താനമല്ല. ഇപ്പൊ മയ്യത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞില്ല. മയ്യത്ത് നിസ്കാരത്തിന് അള്ളാന്റെ അടുത്ത് കൂലിത്താണ് മയ്യത്ത് നിസ്കരിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഇത്തിബാഅത് അള്ളാന്റെ അടുത്താ കൂലിത്ത, മയ്യത്തിന്റെ അടുത്തുനിന്നല്ല. ഈ കേട്ടോളി, ഞങ്ങൾക്ക് അതൊന്നും വരപ്പ നേർച്ചയല്ല നിങ്ങളൊരു വിഷയം. നിങ്ങൾ ഉള്ളാടത്തേക്ക് നേർച്ചയാക്കും, മറ്റോടത്തേക്ക് നേർച്ചയാക്കും. റസൂലുള്ളാഹിന്റെ കാലത്ത് ജാഹിലിയ്യ കാലത്ത് ബഹീറ, സായിബ, വസീല, ഹാമു എന്ന് പറഞ്ഞ പല നേർച്ച മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ സാവി തന്നെ പറയാ പള്ളിയടിച്ച് തോന്നുന്നത്. ബഹീറ, സായിബ എന്ന ജാഹിലിയ്യ നേർച്ച മൃഗങ്ങളെ പോലെ തന്നെ ഹറാമാണ്. ചില വിവരമില്ലാത്ത ജനങ്ങൾ ചെയ്യുന്നത്, ഒരു പശുക്കുട്ടിയോ ഒരാടിനെയോ അവർ ഏതെങ്കിലും ഒലികിന്റെ പേരിൽ നേർന്നുവിടുന്നു. തൗക്കുലുമിൻ അംവാലിന്നാസിവലായ താറദുലഹാഹദുൻ, അത് ജനങ്ങളെ സ്വത്ത് തിന്നുന്നു, ആരും തടയുന്നില്ല. ഫൈദാ നശാഹും മിൻസാനും വഖാല ഇന്നദാലിക ഹറാമുൻ, എടോ ഇങ്ങനെ നേർച്ച മൃഗത്തെ വിട്ടിട്ട് ആരാന്റെ സ്വത്ത് തിന്നൽ ഹറാമാണെന്ന് പറഞ്ഞാൽ അസാഉ ബിഹിൽ അന്ന, അവനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകും. വഖാലു ഇന്നഹു ലാ യുഹിബ്ബുൽ ഔലിയാ, ഓൻ ഔലിയാക്കളെ സ്നേഹമില്ലാത്തവനാണെന്ന് പറയും. ഇങ്ങനെ ഔലിയാക്കന്മാരുടെ പേരില് നേർച്ചക്കൂത്തനെ വിട്ടിട്ട് ആരാന്റെ സ്വത്ത് തിന്നൽ തുടങ്ങിയാൽ അത് പുണ്യകർമ്മമാണെന്ന് വിശ്വസിച്ചാൽ അവർ കാഫിറായി. ജനങ്ങളെ ചെലവിൽ നിങ്ങൾ ഓതുന്ന പള്ളി ദർശന കിതാബിലാണുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ കാഫിറാവുന്ന് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ 1ഉം 2ഉം ചോദ്യം ഇവിടെ ആവർത്തിക്കാണ്. നിങ്ങൾ വാദിക്കുന്നത് പോലെ 85 ഡിസംബറിലെ സെൽസബീൻ മാസികയിലെ ഉദ്ധരണിയിൽ ഈ അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി പേരെടുത്ത് മുശ്രിക്കാക്കിയ ഭാഗം വായിക്കാമോന്നാ. അത് ആരെ പറ്റിയാണ് എന്നാ ചോദ്യം. അത് ഞങ്ങളെ പറ്റി തന്നെ അല്ലേ? കുമ്പളം കട്ടവന്റെ തലയിൽ നിരാന്ന് തപ്പാൻ നിൽക്കണോ? അതിങ്ങനെ വായിക്കുങ്ങള്, അത് വായിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ? കഴിഞ്ഞ കുറിക്കത്തെ നിങ്ങളെ ചോദ്യം, ഉച്ചയ്ക്ക് മുമ്പുള്ള ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ഒരു മുശ്രിക്കിന്റെ പേര് പറയും. അപ്പൊ അങ്ങനെ മുശ്രിക്ക് ഉണ്ടാവുന്നല്ലേ നിങ്ങൾ ഇവിടെ പറഞ്ഞ്? ശിർക്ക് ഉണ്ടാവുന്നല്ലേ നിങ്ങൾ പറഞ്ഞ്?
മൂന്നാമത്തെ ചോദ്യം, SSF സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ മുജാഹിദുകൾ ഒറിജിനൽ മുശ്രിക്കാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ്? അതിനായി നിങ്ങൾ സൽസബയിൽ നിന്ന് ഉദ്ധരിച്ച ഭാഗത്തിന്റെ ഒറിജിനൽ കാണിക്കാനും വായിക്കുവാനും കഴിയുമോ? എന്റെ മൂന്നാമത്തെ ചോദ്യം, SSF സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ മുജാഹിദുകൾ ഒറിജിനൽ മുശ്രിക്കാണെന്ന് പറഞ്ഞതിനെ കുറിച്ച് അത് നിങ്ങൾ എന്തു പറയുന്നു? അതിനായി നിങ്ങൾ ഉദ്ധരിച്ച സൽസബയിൽ നിന്നുള്ള ഭാഗം ഒറിജിനൽ കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇത് മാത്രമല്ല, മുൻഗാമികളായ പണ്ഡിതന്മാര് ശിർക്കും കുഫറുമാണെന്ന് പറയാത്ത ഒരു കാര്യവും ഞങ്ങൾ ശിർക്കും കുഫറാന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ പള്ളി ദർശനോതുന്ന കിതാബുകളിൽ പോലും ശിർക്കാണെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ശിർക്കും കുഫറുമാണെന്ന് ജനങ്ങളെ പറഞ്ഞത്. പള്ളി ദർശനോദിയ മുസ്ലിംമാരാ പലരും പിൽക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. പള്ളി ദർശനം പഠിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയണമെന്ന ആഗ്രഹത്താൽ ഇസ്ലാം എന്ന ഹൈത്തമിയുടെ പുസ്തകത്തിൽ കേട്ടോളൂ. ഒരാൾ മുർത്തദ്ദാകുന്ന കാര്യം അതിൽപ്പെട്ടതാണ് അള്ളാഹ്ക്കും അയാൾക്കുമിടയിൽ ചില ഇടയാളന്മാരെ വെക്കുക, യതവക്കലു അലൈഹിം ആ ഇടയാളന്മാരെ വരവേൽപ്പിക്കുക, വയദ്ഉഹും ആ ഇടയാളന്മാരോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, വയസ്അലുഹും അവരോട് ചോദിക്കുക. ഖാലു ഇജ്മാഅൻ അതവർ ഇജ്മാഅായി പറഞ്ഞിട്ടുണ്ട്. അൽ ഇഅലാമു ബിഖവാതിഇൽ ഇസ്ലാം എന്ന ഇബ്നു അൽ ഹൈതമിയുടെ പുസ്തകമാണ്. അതുകൊണ്ട് കേവി മുർത്തദും കാഫിറുമാണെന്ന് പറഞ്ഞ സിറാജിലെ ഉദ്ധരണിയെ കുറിച്ച് എന്ത് പറയാനുണ്ട്? നിങ്ങളാ വായിച്ച ഉദ്ധരണിയിൽ വസായിത യദ്ഉഹും എന്നാ ഉള്ളത്. വസായിത്താക്കുക. ഇവിടെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, അവര് വസായിത്താക്കിയതാണ് ഇമാം റാസി പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നക്ഷത്രത്തെ ആരാധിക്കുന്നവർ യദ്ഉഹും ഞാൻ നിങ്ങൾ വായിച്ചത്. യദു എന്നതിനെ ആരാധിക്കുക എന്ന അറബിയിൽ അർത്ഥമുണ്ട്. അവിടെ സഹായം തേടാന്നല്ല, ഇസ്തഗാസുഹും എന്നല്ലുള്ളത്. യദ്ഉഹും ദഅ എന്ന വാക്കിന് അബദാൻ അർത്ഥം അറബിയിൽ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. മലയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അറബി മനസ്സിലാകുന്നില്ല. എന്തൊരു സങ്കടമായത്. ദഅ യദു എന്ന ദഅ എന്ന പദത്തിന് അബദാൻ അർത്ഥമുണ്ടോ ഇല്ലേ? ആരാധിക്കാന്ന് അർത്ഥമുണ്ടോ ഇല്ലേ? അവിടുത്തെ അർത്ഥം ആരാധിക്കാന്നാണ്. ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥാണ്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദീനിന്റെ അർത്ഥം എന്താണ്? പ്രതിഫലം കൊടുക്കുന്ന ദിവസം എന്നാ. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാലോ പ്രതിഫലം കൊടുക്കുന്ന ഇസ്ലാം എന്നാ. ഓരോ വാചകത്തിനും ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥാണ്. യൗമിദ്ദീൻ എന്ന ദീനിന്റെ അർത്ഥമല്ല ദീനുൽ ഇസ്ലാം എന്ന് പറയുമ്പോ. ഇതുപോലെ വസായിത്തിനാക്കി ആരാധിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ദായതു എന്ന വാചകത്തിന് ആരാധിക്കാൻ ഒരു അർത്ഥമുണ്ട്. അവിടെ ആ അർത്ഥമാ. നിങ്ങൾ ഓരോ അർത്ഥവും വേർതിരിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കാതെ ഞങ്ങൾ ഉത്തരവാദിയല്ലല്ലോ. അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? സാവിയിലുണ്ട് പോലും നേർച്ചയാക്കിയ ആട് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ തിന്നുമ്പോ അത് തിന്നാൻ പാടില്ല, നമ്മൾ ആട്ടിനെ കൊണ്ട് തിന്നിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അത് നേർച്ചാടായതുകൊണ്ട് ഔലിയാക്കളാടായതുകൊണ്ട് തിന്നുമ്പോൾ തടുക്കാൻ പാടില്ല എന്നൊരാള് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ പറയുന്നത് ശരിയല്ല. കാരണം അന്യന്റെ സ്വത്ത് പിടിച്ചെടുക്കൽ ഹറാമാണ്. ഹറാമിനെ ഹലാലാക്കുന്നത് അത് തെറ്റാണ്, അത് കുഫറാകാൻ സാധ്യതയുള്ള വിഷയമാണ്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് കുഫറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകളെ കുറിച്ച് പറഞ്ഞ വാചകമാണോ നിങ്ങൾ ഇതിനെ തെളിവുദ്ധരിക്കുന്നത്? അവിടെ അന്യന്റെ സ്വത്ത് തിന്നുമ്പോൾ അത് ഹറാമാണെന്ന് പറയരുത് എന്ന് പറയുന്നവരിതില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ വാദമുണ്ടോ? ഞങ്ങളെ പേരിലില്ലാത്ത വാദങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ എന്തിനു പ്രസംഗിക്കണം, എന്തിനു ചോദിക്കണം? ഉള്ളത് പറയാം, ഉള്ളത് പറയാം. ഉള്ളതാ ഞാൻ പറയുന്നത്. നിങ്ങളുടെ പരിഭാഷയിൽ ഞാൻ ചിർക്കണ്ടാണെന്ന് വായിച്ച് കേൾപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതെ, സാബി തന്നെ പറയുന്നു, അമ്മായിൻ ഖസദദ്ദബ്ഹലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി ഒരാള് അറുക്കലിനെ ഉദ്ദേശിച്ചു, വസവാബഹു ലിൽ വലിയ്യി, അതിന്റെ ഫലം അത് വലിയന് കിട്ടണമെന്ന് ഉദ്ദേശിച്ചു, ഫലാബൽസബിദാലിക, അതിനൊരു കുഴപ്പവുമില്ല കേട്ടോ. സാബി 1:231. ഇത് നിങ്ങളെ ഗണ്ണന പ്രസംഗത്തിൽ നിങ്ങൾ മൂടിവെക്കലാണ്. ഞങ്ങളെ മുമ്പിൽ മൂടിവെക്കാൻ കഴിയില്ല. സാബിന്റെ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ മൂടിവെച്ചതാണ്. ഞങ്ങളെ മുമ്പിൽ മൂടിവെച്ച് വായിക്കാൻ കഴിയില്ല. നിങ്ങൾ നാദാപുരം വാദപ്രതിവാദം മുതൽ ആ ഒഴിവാക്കി വായിച്ചത് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ സംവാദത്തിലും ബാക്കി ഒഴിവാക്കി വായിക്കലാണ്. നിങ്ങൾ അപ്പുറത്തുള്ളത് വായിക്കുന്നില്ല. ഞങ്ങളിത് പഠിച്ചിട്ടാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഗണ്ണന പ്രസംഗം പോലെയാണ് വാദപ്രതിവാദം എന്ന് മനസ്സിലാക്കരുത്. ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്, മുഖാമുഖമാ പറയുന്നത്, കിതാബുകൾ ഉദ്ധരിച്ചാ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയില്ല. അത് സാവി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തന്നെ സാവി പറഞ്ഞിട്ടില്ല മഹാന്മാർക്ക് പ്രതിഫലം കിട്ടണമെന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ പേരിൽ അറുക്കുന്നതും നേർച്ചയാക്കുന്നതും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾക്ക് ശിർക്ക് അറിയില്ല, നിങ്ങൾക്ക് കുഫർ അറിയില്ല, നിങ്ങൾക്ക് ഇത്തിഖാദ് അറിയില്ല,
നിങ്ങൾ ഇബാദത്ത് അറിയില്ല, നിങ്ങൾ പഠിക്കാത്തതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. നിങ്ങൾ പള്ളി ദിവസം പഠിച്ചു അന്ന് പാടാക്കിയിട്ടുണ്ടാവില്ല, ഞങ്ങൾ ഉത്തരവാദിയല്ല. നന്നായി പഠിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ സാവിന്റെ അപ്പുറം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതിന്റെ അപ്പുറം നിങ്ങൾ വായിച്ചു പഠിക്കണം. നിങ്ങൾ വെറുതെ ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കരുത്. അല്ല, സാവിയിൽ അങ്ങനെയില്ല, ഞാൻ ഈ വായിച്ച ഭാഗമില്ല നിങ്ങൾ മൂടി പറയാൻ ചെയ്യാറുണ്ടോ? നിങ്ങൾ മൂടി വെച്ചതല്ലേ? നിങ്ങൾ ഞാനാ പറഞ്ഞ ഭാഗം സാവിയിലില്ലേ? അതെ, അതുണ്ടല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് 100 പ്രാവശ്യം വായിച്ചു. ഞാൻ ഒന്നുകൂടി വായിക്കാം. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം മൂക്കർ മുസ്ലിയാർ, EK മൂക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈനത്തായത്തുമോഹും ഇന്നക്കും മുശ്രിക്കൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് ഞങ്ങളുടെ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിയത്. അതതിലുണ്ട്, അതിലൊറ്റ അക്ഷരം വിട്ടിട്ടില്ല, അതിലുള്ളത് മുഴുവൻ അതിലുണ്ട്. അപ്പൊ ഞങ്ങളെ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതി ഒപ്പിട്ടത് മുഴുവനും നിങ്ങളുടെ സെൽസബിയിലുണ്ട്. ഇല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ എഴുതി ഏതെങ്കിലും ഒരു വാദി ഇല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? സെൽസബിയിൽ എടുത്തിട്ടാ വന്നത്, ഫോട്ടോ കോപ്പി അല്ല, ഒറിജിനൽ. കോപ്പി എടുത്തിട്ടില്ല വന്നത്, ഒറിജിനൽ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇബാറത്തുകൾ മൂടിവെച്ച് മുമ്പേ വായിക്കുന്നത് പോലെ കിതാബിന്റെ ഉദ്ധരണി മൂടിവെച്ച് വായിച്ചപ്പോ ഞങ്ങൾ അത് തൊണ്ടി സഹിതം പിടിച്ച് അതും കാണിച്ചു തന്നു. ഇതാർക്കാണ് ബോധ്യപ്പെടാത്തത്? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നിസ്കാരം അള്ളാഹുവിന്, മയ്യത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കാരം അള്ളാഹുവിന് തന്നെ, അത് അള്ളാഹുവിന്, മയ്യത്തിന്റെ പേരിൽ അള്ളാഹുവിന് നിസ്കാരം. ഇതുപോലെ വലിയന്റെ പേരിൽ സെൽസബീലും വല്ല അന്നിങ്ങനൊന്നും വിടൂല. ഒറിജിനൽ ഞങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനല് അന്നെ സംഭവിച്ചല്ല അതിലുള്ളതാണ്. ഇതാ ഞങ്ങൾ വായിച്ചു തരാം. ഇതാ ഈ എഴുതിയത് സെൽസബീലിൽ ഉള്ളതാണെന്നും ഇത് സംവാദത്തിൽ തെളിയിക്കുന്നതാണ്. ഇത് മുജാഹിദിന്റെ ആശയമാണ്, സുന്നിവാദം. ഇത് തുടർച്ചയായി സെൽസബീലുള്ള വാദം ഇങ്ങനെയാണ്: ആരപ്പറ്റാണിയുടെ മുശ്രിക്ക് എന്ന് പറഞ്ഞത് ഇതും മേൽ പറഞ്ഞതും സെൽസബീലിൽ ഉള്ളതുമാണ്. അങ്ങനെ സമ്മതിപ്പിച്ചതാ. അത് അന്ന് ഞങ്ങൾ സമ്മതിച്ചാലേ ഓഹോ വലിയ കാര്യമായിട്ട് അതിന്റെ അപ്പുറമുണ്ട്. അതൊന്നും വിടൂല. സെൽസബീൽ നിങ്ങളടുത്ത് 2 ദിവസമായി മധ്യസ്ഥന്മാരങ്ങൾ മെനക്കെടുത്തി കഴിഞ്ഞാ അത് തെളിയിച്ചിട്ടേ വിടുള്ളൂ. എവിടെയായാലും ഇരിക്കാനും അതുപോലെ തന്നെ കൂറ്റനാടിന് പേരെടുത്ത് മുസ്ലിക്കാക്കി. ഇങ്ങനെ കൂറ്റനാടിന്റെ പേരെടുത്ത് കാഫറും മുർത്തദ്ദാക്കിയ സിറാജ ഞാൻ വായിച്ചത്. അതിന് മറുപടി പറയും. എന്റെ 3ാമത്തെ ചോദ്യത്തെ കുറിച്ച് നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്റെ 3ാമത്തെ ചോദ്യം എന്താണ്? ഞങ്ങൾ 3ാമത് ഇവിടെ ഉദ്ധരിച്ച് തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ SSF സ്റ്റേറ്റ് കമ്മിറ്റി ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിങ്ങൾ മഹാമുശ്രിക്കുകളാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ സെൽസബീലിന്റെ ഉദ്ധരണിയാണ് ഊന്നുവടിയാക്കിയത്. ആ ഉദ്ധരണി അത് സെൽസബീലിലുള്ളതാണെങ്കിൽ അതിവിടെ വായിക്കണമെന്ന് ഞാൻ 2 വട്ടം ആവശ്യപ്പെട്ടിട്ടും മൂപ്പര് മിണ്ടിയിട്ടില്ല. പിന്നെ ശിർക്ക് നിങ്ങളെ നിർവചനം അനുസരിച്ച് നിങ്ങളുടെ ശിർക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നേർച്ചക്കൂറ്റനെ വിട്ടിട്ട് അത് പുണ്യാന്ന് വിചാരിച്ച നമ്പർ 1 കാഫിറാണെന്ന് നാട്ടേറെ ചെലവിൽ നിങ്ങൾ ഓതുന്ന കിതാബിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മിണ്ടിയിട്ടില്ല. സാവി മിണ്ടിയിട്ടില്ല. മിണ്ടണങ്ങള് നിങ്ങൾ മിണ്ടാണല്ലേ അവിടെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അള്ളാഹുക്കും അവർക്കും ഇടയിൽ അടയാളന്മാരെ വെച്ചിട്ട് യദുഊഹും, അവിടെ യഅ്ബുദുഹുന്ന അർത്ഥം യഅ്ബുദു എന്ന് പറഞ്ഞ പോലെ യതവക്കലു അലൈഹിം യദുഊഹും, ഇടയാളന്മാരെ വെച്ചിട്ട് ഇടയാളന്മാരോട് ദ്വാരക്കുക, ഇടയാളന്മാരുടെ പേരിൽ കാര്യം വരവേൽപ്പിക്കുക. വയ്യതീൻ ശൈഖിങ്ങൾക്ക് അള്ളാന്റെ ഇടയിലൊരു ഇടയാളനാണ്. ട്രാൻസ്ഫോർമറിന് നമ്മൾ ഹൈ ടെൻഷൻ വോൾട്ടേജ് ട്രാൻസ്ഫോർമറിന് നേരിട്ട് കറണ്ട് എടുക്കൂലല്ലോ. അപ്പൊ നമ്മൾ വീസായി പോകില്ലേ? അതുകൊണ്ട് ഇടയാളന്മാരാവുന്ന വൈദ്യുതിക്ക് അമൃതങ്ങൾ ഒതിനീങ്ങൾ വേണം. അവിടെ നമുക്ക് പ്രകുത്താൻ പറ്റുള്ളൂ. ഇതല്ലേ വാദം. എന്നിട്ട് ആ ഇടയാളിനോട് നിങ്ങൾ ദ്വാരക്കലില്ലേ? വൈദ്യുതിക്ക് രക്ഷിക്കണേ, അമൃതങ്ങളെ കാക്കണേ. അപ്പൊ ഇടയാളന്മാരെ വെക്കുകയും യതവക്കലു അലൈഹിം വയദ്ഉഹും, ആ വിഷയം ശ്രദ്ധിക്കണം. യതവക്കലു അലൈഹിം വയദ്ഉഹും ശ്രദ്ധിക്കുന്നില്ല. തവക്കുലാക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു. കാലു ഇജ്മാഅൻ, അത് ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാഉള്ള വിഷയമാണ്. ഇടയാളന്മാരെ വെച്ചിട്ട് ഇടയാളന്മാരോട് പ്രാർത്ഥിക്കൽ അത് ഇജ്മാഅാണ് മുസ്ലിം സമുദായത്തിൽ എന്ന് ഹംബലി പണ്ഡിതന്മാർക്കിടയിൽ വിശേഷിച്ചും അത് ഇജ്മാ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർന്നില്ല. മന്നത്ത കാഹിനന്ന വറാഫൻ ഫഖദ് കഫറ ഫഖദ് കഫറ ഉൻസില അലാ മുഹമ്മദ്. മന്നത്ത കാഹിനന്ന വറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ. ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിച്ചു, അത് മുസ്ലിം ജ്യോത്സ്യനായാലും വേണ്ടില്ല, മുസ്ലിം ജ്യോത്സ്യനും വേണ്ടില്ല, തങ്ങളായാലും വേണ്ടില്ല, പണിക്കരായാലും വേണ്ടില്ല,
എന്നിട്ട് അവൻ പറയുന്നത് വിശ്വസിച്ച മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർആനിൽ അവൻ അവിശ്വസിച്ചു, കാഫിറായി. പിടിച്ചോ, അടുത്തേ പിടിച്ചോ. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ മുശ്രിക്കായി, കാഫിറായി. വൈദ്യ ശൈത്താൻ സത്യം, അമ്പർത്ത തങ്ങളാണ് നേര് എന്ന് നിങ്ങൾ പറയണല്ലേ, അതും ശിർക്കായി, കുഫ്റായി. അപ്പൊ എന്തൊക്കെയായി? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ കുഫ്ർ, അല്ലല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ കുഫ്ർ, അല്ലല്ലാത്തവരെ പേരിൽ അറുക്കൽ കുഫ്ർ. ഇന്നാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ, റബ്ബിന് വേണ്ടി അറുക്കണം, അല്ല മൊയ്തീൻ ശൈഖിന് വേണ്ടിയല്ല. മൊയ്തീൻ ശൈഖ് ഞങ്ങൾ ബിസ്മി അല്ലിട്ടല്ല അറുക്കണത്. ഞാൻ പന്നിനെ കൊണ്ടെന്ന് കണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആരാളാവോ? പന്നിന്റെ കൂട്ടത്തിൽ അല്ലല്ലാത്തവരെ പേരിൽ നേർച്ചയാക്കിയതോടെ പറഞ്ഞ് കണ്ടോ, ശവം ഹറാമാണ്. അതുപോലെ തന്നെ അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചയാക്കപ്പെട്ടതും പന്നിയിറച്ചിയും അതുപോലെ രക്തവും ഹറാമാണ്. അപ്പോ ഒരാൾ ശവത്തെ കൊണ്ടുവന്നിട്ട് ബിസ്മില്ലാഹ് ആക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ മൂന്നാമത്തെ ചോദ്യം, 2-3 ചോദ്യങ്ങൾ. ഒന്ന്, നിങ്ങൾ വാദിക്കുന്നത് വസായിത്തു എന്നുള്ളതാണല്ലോ പ്രശ്നം. എന്നാ ഇബ്നു തൈമിയ്യ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറയണം. ഞാൻ വായിക്കുന്നത് കേട്ടോളൂ, ഇബ്നു തൈമിയ്യയുടെ കിതാബ്. വമിനൽ ഈമാനി ബിഹി അൽ ഈമാനു ബിഅന്നൽ വാസിതത ബൈനല്ലാഹി വബൈന ഖൽഖിഹി, മുഹമ്മദ് നബി അല്ലാഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കണം. മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കണം. ഇബ്നു തൈമിയ്യയുടെ ഫതാവ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇബ്നു തൈമിയ്യ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറയോ? മധ്യവർത്തി എന്ന് പറഞ്ഞാൽ മുശ്രിക്കാവോ? മധ്യവർത്തി എന്ന് വായിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല, ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഓതി പഠിക്കാത്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങൾ കിതാബ് പഠിക്കണം, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കണം, നിങ്ങൾ ഇബ്നു കസീറിന്റെ ഗ്രന്ഥം വായിച്ചു പഠിക്കണം. അതാണ് വ്യക്തമായി വമിനൽ ഈമാനി ബിഹി, നബിയോടുള്ള ഈമാനിൽപ്പെട്ടതാണ്. അൽ ഈമാനു ബിഅന്നൽ വാസിതത ബൈനല്ലാഹി വബൈന ഖൽഖിഹി ബിഅന്നഹുൽ വാസിതതു, അല്ലാഹുവിന്റെ റസൂൽ മധ്യവർത്തിയാണ്. ബൈനല്ലാഹി വബൈന ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെയും അല്ലാഹുവിന്റെയും ഇടയ്ക്കുള്ള മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കണം എന്ന് ഇബ്നു തൈമിയ്യ എന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ വായിച്ച ഉദ്ധരണി, ഞാൻ യദൂഹു എന്ന് പറഞ്ഞപ്പോ അതിന് ആരാധിക്കാൻ അർത്ഥമില്ല എന്ന് വാദമുണ്ടോ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ലേ? നിങ്ങൾക്ക് പറഞ്ഞോ നിങ്ങൾ അതിന് ആരാധിക്കാൻ അർത്ഥമില്ല എന്ന്? യതവക്കലു അലൈഹിന്നുണ്ടതിൽ തവക്കുൽ അല്ലാഹുവിന്റെ മേല. അപ്പൊ അല്ലാഹ് യതവക്കലു അലൈഹി, ആ വിളിക്കുന്നവരുടെ മേൽ തവക്കുലാക്കിക്കൊണ്ടിരുന്ന അവിടെ ഉള്ളത്. തവക്കുലാക്കലോ തവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബു, ഞങ്ങളുടെ തവക്കുൽ അല്ലാഹുവിലാണ്. അതേസമയത്ത് കാരണക്കാരൻ എന്ന നിലക്ക് ഞങ്ങൾ മഹാന്മാരെ വിളിക്കുന്നു എന്നാ പറഞ്ഞത്. അതാ നിങ്ങൾ നേരത്തെ സമ്മതിച്ചത്. വിളിച്ചാൽ തന്നെ മതി, തേടണമെന്നില്ല. വിളിച്ചാൽ തന്നെ കാലിന്റെ തെരുപ്പൊക്കെ മാറിപ്പോകുന്നു നിങ്ങൾ സമ്മതിക്കാത്തത്, അല്ലാതെ തേടേണ്ടതില്ല. വിളിച്ചാൽ തന്നെ അവർക്ക് പിന്നെ തേടിയാ പറയണ്ടോ? ഇതായിരിക്കാം മനസ്സിലാകാത്തത്. വിളിച്ചാ മതി, നിങ്ങൾ തന്നെ സമ്മതിക്കാത്തത്. അതുകൊണ്ട് വാസിത്ത എന്ന് കണ്ടതുകൊണ്ടൊന്നും ഇവിടെ നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. ഈ വാദപൂർവ്വത്തിൽ നിങ്ങൾ തോറ്റുപോയിരിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കിതാബോധി പഠിക്കാതെ നിങ്ങൾ വാദപ്രകാരത്തിന് വരരുത്. നന്നായി പഠിച്ചിട്ടേ വരാവൂ. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങനെ പാടുകയാണെങ്കിൽ പിന്നെ ഉത്തരം പറഞ്ഞാൽ അതെന്തായിരിക്കും? അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഞങ്ങളുടെ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിയ കാര്യം ഞങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ഒറിജിനൽ കോപ്പി തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില്ലെന്ന് നിങ്ങൾക്ക് വാദമില്ല. നിങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറം അങ്ങനെ കൊടുക്കുക, അതും കൂടി ഉണ്ട്. അവിടെ ആദ്യം പറഞ്ഞ മൻസൂഖാവോ? ആദ്യം പറഞ്ഞ മൻസൂഖാവും. കാന്തപുരവും ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും കൂറ്റനാട് മുസ്ലിയാരും അതാ ഈ മരിച്ചവരുടെ പേരിൽ അറക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവർ പറഞ്ഞത് കേൾക്കുന്നവരടക്കം മുസ്ലിക്കാണെന്നാണ് നിങ്ങൾ എഴുതിയത്. അത് ഞങ്ങളുടെ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിയ വാചകം ഞാനിവിടെ തെളിയിച്ചിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വാദപ്രകാരത്തിന്റെ വ്യവസ്ഥ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഏത് കാര്യങ്ങളും കുറച്ച് കട്ടിയിറക്കാറുണ്ട്. അങ്ങനെ കട്ടിയിറക്കിയോ ഞങ്ങൾ അറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, എന്റെ സുഹൃത്ത് അനുഭവം ചോദിച്ചില്ലേ, മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, സുന്നി പ്രസ്ഥാനം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ വാദപ്രകാരത്തിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഇല്ലാന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ആശയം പിഴച്ചതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു വാദപ്രതിവാദം കൂടി നടക്കണം. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. സുന്നത്തിമാർക്ക് മാത്രമാണ് സത്യമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു വാദപ്രതിവാദത്തിന് ഉണ്ടാകുന്ന കാലത്ത് വിവരം അറിയിക്കണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിവിടെ തെളിയിച്ചിട്ടുണ്ട്. അതിന് യാതൊരു മുടക്കം ഇവിടെ സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഓരോന്ന് അണപൈ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമൂഹത്തെ നേരിടാൻ കഴിയില്ല. നിങ്ങൾ പറയും ഞങ്ങൾ ബഹളം ഉണ്ടാക്കും. ഞങ്ങൾ ബഹളം ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല.
വാദപ്രവർത്തന ബഹളം ഉണ്ടാവുന്നു. ഇല്ല, ബഹളമില്ല, ഒരു പ്രശ്നവുമില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് തെളിവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, കിതാബുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഓരോ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ഓർമ്മിക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളിവിടെ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നും മുശ്രിക്കാക്കൽ തുടരുകയാണ്. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തെളിവ്, കാഫിർ എന്ന് വിളിച്ചാൽ കാഫിറാവും. നേരത്തെ അനിമോലമിന്റെ പ്രസംഗത്തിലുണ്ട്. ഞങ്ങളെ കാഫിർ മുശ്രിക്ക് പറഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ മുശ്രിക്കാവുന്നില്ലേ? അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതാണോ? ഞങ്ങൾ മുശ്രിക്കാക്കി, നിങ്ങൾ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞില്ലേ? അപ്പറഞ്ഞാ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ ഫക്കൽ ഭാവിയാതുമാ രണ്ടിലൊരാൾ മടങ്ങൂല. ഞങ്ങളെല്ലാം ഞാൻ ഓർപ്പുണ്ട്. പിന്നെ മടങ്ങൽ അങ്ങോട്ടല്ല, അതിന് ഇവിടേക്കാണ് നബീർ മടങ്ങേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞതിനാൽ നിങ്ങൾ മുശ്രിക്കായി പോകുന്നത് പേടിക്കണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ മുശ്രിക്കാണ്, ഇമാം നവവി മുശ്രിക്കാണ്, അബൂ ഹനീഫ മുശ്രിക്കാണ്, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുശ്രിക്കാൻ നിങ്ങൾ ഭയപ്പെടണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അതാണ് നിങ്ങൾ മുശ്രിക്കാണെന്ന് പറയരുത്, കാഫിറാണെന്ന് ഞങ്ങളെ പറ്റി പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മുശ്രിക്കാവും. അതാ ഹദീസിലുള്ളത്. അത് നിങ്ങളുടെ അവതരണത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ? അത് ഞങ്ങൾ പറയുമ്പോഴേക്ക് ഞങ്ങൾ ശാലയിലായി പോയി, സിറാജിലായി പോയി പറഞ്ഞുകൊണ്ട് ഹദീസില്ലാതിരിക്കുമോ? നിങ്ങളത് ഭയപ്പെടണം. ഞാൻ വളരെ സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് മുസ്ലിമീങ്ങളെ കുറിച്ച് പറയരുത്. ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ബാധിക്കുമോ, നിങ്ങൾ ഈമാൻ പോകുമോ എന്ന് ഭയപ്പെടണം. രണ്ടാം സെഷനിൽ ഒന്നാം സെഷൻ അവസാനിച്ചു. രണ്ടാമത് ഇനി സുന്നി വിഭാഗത്തിന്റെ ചോദ്യമാണ്. മറുപടി പറയേണ്ടത് മുജാഹിദുകളാണ്. 1985 ഡിസംബർ ലക്കത്തിലെ സൽസബീലിൽ വന്ന പരാമർശത്തെക്കുറിച്ച് തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വഇന്നതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെപ്പറ്റിയാണ് ഇവിടെ മുശ്രിക്ക് എന്ന് അള്ളാഹു പറഞ്ഞത് എന്ന് നിങ്ങളുടെ സൽസബീലിൽ വ്യക്തവും കൃത്യവുമായി എഴുതിയതാണ്. എന്റെ ചോദ്യം, ഈ എഴുതിയത് ഈ മൂന്നാളുടെ പേര് പറഞ്ഞുകൊണ്ട് ബറക്കത്തെടുക്കാനല്ല എന്ന കാര്യം ഉറപ്പാണല്ലോ, അതിന് പറയേണ്ടതില്ല. പിന്നെ ഇപ്പൊ അത് പറയുമ്പോ ഈ അളകുഴമ്പൻ നിലപാട് മുശ്രിക്ക് കാഫിർ ഞങ്ങളിപ്പോ പറയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, യാ ഗൗസുൽ ആലം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കെ.വി. മുഹമ്മദ് മുസ്ലിയാർ, ഇവർ കാഫിറും മുശ്രിക്കുമല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചോ? എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇവർ കാഫിറും മുശ്രിക്കുമല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയുക. ഒന്നാമത്തെ ചോദ്യം മറക്കണ്ട, എഴുതി വെച്ചോളി. രണ്ടാമത്തെ ചോദ്യം, നേരത്തെ ഇവിടെ ഉച്ചയുടെ മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു ഈ സുന്നികൾ ചെയ്യുന്നതൊക്കെ ബിംബാരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൗലവി അവസാനിപ്പിച്ചത്. എല്ലാവർക്കും അത് അറിയാൻ കേട്ടവരാണ്. ബിംബാരാധനയാണ് സുന്നികൾ ചെയ്യുന്ന പരിപാടി എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. ബിംബാരാധകർ മുശ്രിക്കുകളാണോ മുസ്ലിങ്ങളാണോ? ബിംബത്തിന് ആരാധിക്കുന്നവർ മുസ്ലിങ്ങളാണോ മുശ്രിക്കുകളാണോ? ചോദ്യം നമ്പർ 2. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ച് മൗലിദ് ഓതുന്ന മുസ്ലിമോ മുശ്രിക്കോ? ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ച് മൗലിദ് ഓതുന്ന മുസ്ലിമാണോ മുശ്രിക്കാണോ? ചോദ്യം ഒന്നും മറക്കണ്ട. 4, ശിർക്ക് ചെയ്യുന്നവരോടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഈ അൽമനാർ 950 ജനുവരി ലക്കം ഇറങ്ങിയ ഈ അൽമനാറിൽ ഇതിന്റെ ബന്ധങ്ങളുടെ വിധി എന്ന ഭാഗത്തിൽ ശിർക്ക് ചെയ്യുന്നവരുള്ള വിവാഹബന്ധവും അവരവർക്ക് മാംസം ഭക്ഷിക്കലും മയ്യത്ത് നിസ്കരിക്കലും തുറന്നു നിസ്കരിക്കലും അനുവദനീയമല്ല എന്ന് വ്യക്തവും കൃത്യവുമായി എഴുതിയിട്ടുണ്ട്. എന്റെ ചോദ്യം, ഈ ശിർക്ക് ചെയ്യുന്നവരുടെ സ്വത്തവകാശം അവിടെ ഒന്നും പാടില്ല. ഈ സ്വത്തവകാശം മുജാഹിദുകൾക്ക് അനുവദനീയമാണ് എന്നതിന് ഖുർആനിൽ നിന്ന് ഒരഹായത്ത് തെളിവ് ഉദ്ധരിക്കാമോ? 4ാമത്തെ ചോദ്യം മറക്കണ്ട. ശിർക്ക് ചെയ്യുന്നവരുമായി സ്വത്തവകാശം പാടില്ല എന്നൊക്കെയാണ് അൽമനാറും മുജാഹിദുകളും പഠിപ്പിക്കുന്നത്. എന്നാൽ ശിർക്ക് ചെയ്യുന്നവരുടെ സ്വത്തവകാശം മുജാഹിദുകൾക്ക് അനുവദനീയമാണ് എന്നതിന്
വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഓതണം. എന്തെങ്കിലും ഓതിയാ പറ്റൂല, ആയത്ത് ഓതണം. ഈ ചോദ്യം 4 ചോദ്യമാണ് ഞാൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഡിസംബർ സൽസബീലിൽ, ഈ സൽസബീലിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ, KB മുഹമ്മദ് മുസ്ലിയാർ, ഇവർ മുശ്രിക്കും കാഫിറുമല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയണം. രണ്ടാമത്തത്, ബിംബാരാധനയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ബിംബാരാധന താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ അതാ സംഭവിച്ചത്. എത്ര പ്രാവശ്യം പറഞ്ഞു അന്ന് ഞങ്ങൾ വ്യവസ്ഥ എഴുതുമ്പോ, മുസ്ലിയാരെ മുജാഹിദ് ഭയച്ചത് അതാ ഞങ്ങൾ ഒന്നാമത്തെ വിഷയം, മുജാഹിദ് ഭയച്ചത് അത് തെളിയിക്കണം, അതാ അവസാനത്തെ വിഷയം. മുസ്ലിയാരെ അങ്ങനെ ഒരു വിഷയമുണ്ടോ? നിങ്ങൾ ഭയച്ചാന്ന് ഓലും പറയണം, ഓല് ഭയച്ചാ നിങ്ങളും പറയണം. ഭയക്കാനൊരു കാരണം ഉണ്ടാവുമല്ലോ. അത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചർച്ച ചെയ്യാം. നിങ്ങൾ ആദ്യം ഭയച്ചത് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് അവർ പറയണം, എന്നാ അതങ്ങനെ ചർച്ച ചെയ്യാം. അയ്യോ പറ്റൂല, തെറിക്കിച്ച് അവസാനം ഇസ്തിഗാസത്ത് അത് വിട്ടപ്പോ പിന്നെ വിചാരിക്കാണ്ട് തന്നെ ആദ്യം പറഞ്ഞെടുക്കണം. എന്താ സൽസബീൽ ഇങ്ങനെ ഉണ്ട്, ഇല്ലാന്നേറ്റ് ഞങ്ങളേറ്റ് പറഞ്ഞോ? ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അംഗീകരിച്ചില്ലേ? പിന്നെ പേരോട് പറഞ്ഞു നിങ്ങൾ പോയിട്ടില്ല, അവിടെ ഉണ്ട്. എവിടേക്കാ പോണേ? അതൊക്കെ നന്നിപ്പോ സദസ്സിന്റെ ഒരു പ്രതികരണവും കാണില്ല. അപ്പൊ ഈ മൂപ്പര് പ്രതികരണം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതിനൊക്കെ അവിടെ നേരത്തെ വ്യവസ്ഥ ഉണ്ട്. അങ്ങനെ ഗ്രൗണ്ട് സപ്പോർട്ടിൽ ജയിക്കൽ ഇവിടെ അല്ല. അതൊക്കെ നിങ്ങള് മൈതാന പ്രസംഗത്തിൽ ഇവിടെ ഇല്ല. പിന്നെ എന്തിനാണ് ബർക്കത്തിന് വേണ്ടിയാണോ ഇവർ രണ്ടാളും പേര് പറഞ്ഞത്? ഒരു തർക്കക്കാരാണെന്ന് തെളിയിക്കാൻ. അള്ളാഹു പറഞ്ഞതിനെതിരിൽ, അള്ളാഹിന്റെ ഖുർആാനിനെതിരിൽ തർക്കിച്ച് നടക്കുന്ന പണിയാണ് ഈ കൂറ്റനാടിനും അതുപോലെ പറഞ്ഞ ഈ മുസ്ലിംമാർക്കൊക്കെ പണി. ഒരു തർക്കക്കാരാണെന്നല്ലാതെ മുശ്രിക്കുകൾ എന്ന് ഞങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് തെളിയിക്കാൻ വയ്യോ? നിങ്ങളാ തെളിയിക്കേണ്ട, നിങ്ങളല്ലേ കൊണ്ടുവന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അത് ചോദിച്ചു. അതുപോലെ ഞങ്ങളെ മൂന്നാമത്തെ ചോദ്യത്തിൽ ഞങ്ങൾ പറഞ്ഞങ്ങളൊക്കെ കേട്ടു. മുജാഹിദുകൾ മഹാമുശ്രിക്കുകളാണ്. അതിനെ ഊന്നുവടിയാക്കി സ്വീകരിച്ച ഒരു സെൽസബീലും അത് വായിക്കണമെന്ന ടൈമൊക്കെ തൊട്ടത് പോലുമില്ല. അത് ഇൻഷാ അല്ലാഹ് അതവിടെ ജനങ്ങളെ മനസ്സിൽ അവിടെ ഉണ്ടാവും. നിങ്ങൾ മഹാമുശ്രിക്കുകളാണെന്ന് ഞങ്ങളെപ്പറ്റി SSF സ്റ്റേറ്റ് കമ്മിറ്റി എഴുതിയ തൗഹീദും ശിർക്കും പുസ്തകത്തിൽ മാത്രമല്ല, KV കാഫിറും മുർത്തദ്വാണ് എന്നുള്ളത് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് സമസ്തന്റെ സെക്രട്ടറി മുത്തുണ്ണി മൗലവി എന്ന് പറയുന്ന സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചെമ്മാട് പുറത്തിറക്കി 5 വാള്യം ഖുർആൻ പരിഭാഷയുടെ കർത്താവായ സമസ്തന്റെ സെക്രട്ടറി കാഫിറും മുർത്തദ്വാണ് എന്ന്. കാഫിർ പറഞ്ഞ കർഷകൻ നടത്തല്ലേ എന്ന് പറയാച്ചിട്ടാ മുർത്തതും കൂടി കൂട്ടിയത്, ഡബിളി കോട്ടേച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇവര് കാഫിറും മുർത്തദ്ദും അല്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇന്നോരൊക്കെ കാഫിർ, ഇന്നോരൊക്കെ മുർത്തദ് എന്ന് പറയുന്ന പണി ഞങ്ങൾക്കില്ല. കുഫർ എന്താണ്, ശിർക്ക് എന്താണെന്ന് വിശദീകരിക്കും. അത് ഞാൻ ചെയ്താലും കേട്ടങ്ങൾ ചെയ്താലും പറയുന്ന മുസ്ലിം ചെയ്താലും ഒക്കെ ശിർക്ക് തന്നെയാണ്, കുഫർ തന്നെയാണ്. പിന്നെ സുന്നികൾ ബിംബാരാധന ചെയ്യുന്നു, അതുകൊണ്ട് അവർ മുശ്രിക്കാണോ? അതാ ചോദിച്ചത്. സുന്നികൾ മുശ്രിക്കാണ് അല്ലെങ്കിൽ ഇന്നാള് മുശ്രിക്കാണ് എന്നുള്ളതല്ല, ബിംബാരാധന ആര് ചെയ്താലും ശിർക്കാണ്. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് കോടമ്പയ മുസ്ലിയാർ SYS ബുക്സ് അതീത് അടക്കാൻ കൊടുത്തത്. അപ്പൊ മുസ്ലിമീങ്ങൾ ശിർക്ക് വെക്കുന്ന ഞങ്ങളുടെ രണ്ടാം ചോദ്യത്തിന് ആകെ എളുപ്പം ഒരു ഉത്തരം പറഞ്ഞാതാ. മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യും, ശിർക്ക് വരും അല്ലേ? അതനുസരിച്ച് നിങ്ങൾ തന്നെ ശിർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അതുകൊണ്ട് അത് ഞങ്ങളെ പണിയല്ല. പിന്നെ റസൂലിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മൗലൂദ് ഓതിയ മുശ്രിക്കാകുമോ? മൗലീദിൽ പല ശിർക്കുണ്ട്. റസൂലിനോട് പ്രാർത്ഥിക്കുന്ന വരികളുണ്ട്. കുറ്റം എന്ന ആവാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. തെറ്റും കുറ്റങ്ങളും പൊറുക്കാൻ അള്ളാഹുവിനോടാ പ്രാർത്ഥിക്കേണ്ടത്, റസൂലിനോടല്ല. നിങ്ങളെ സമസ്തന്റെ മദ്രസയിലും കൂടി പഠിപ്പിക്കണേ റിയാദുസ് സാലിഹീൻ. അതിലെന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുവീൻ, അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുവീൻ. ഞാൻ തന്നെ ഒരു ദിവസം 100ഓളം നാൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു റസൂല് പറഞ്ഞിട്ട് ആ റസൂലിനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കണേ. അത് ശറഫുല്ലാമിലുണ്ട്, പല മൗലീദിലുണ്ട്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ മൗലീദ് ഓതിയാൽ റസൂൽ അവിടെ ഹാജറാകും, റസൂലുള്ളാഹിന്റെ പൊരുത്തം നമുക്ക് കിട്ടും. അങ്ങനെ പൊരുത്തത്തിന് തേടുന്നുണ്ട് നിങ്ങൾ. റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ടുള്ള തേട്ടവും റസൂലിനെ വിളിച്ചുള്ള തേട്ടമൊക്കെ മൗലീദിലുണ്ട്. അങ്ങനെയുള്ള ശിർക്കും കുഫറും ഒക്കെ ഉണ്ടായാൽ അത് ശിർക്കും കുഫറും തന്നെയാണ്. അത് ആര് ചെയ്താലും ശിർക്ക് തന്നെയാണ്. ശിർക്ക് ചെയ്തവരെ സ്വത്തവകാശം മാത്രല്ല, ഒരുപാട് വിഷയമുണ്ട്. സലാം പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോ പറഞ്ഞ മുശ്രിക്കാണെന്ന് സമ്മതിച്ചാ പിന്നെ ഞങ്ങളിപ്പോ മഹാമുശ്രിക്കുകളാ. ഞങ്ങൾ കുറെ കുട്ടികളെ നിങ്ങൾ കെട്ടിയിട്ടുണ്ട് അല്ലേ? അതിന് കുറെ മക്കളുണ്ടായിട്ടുണ്ട്. അത് വ്യഭിചാരാണെന്ന് പറയേണ്ടി വരില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ മഹാമുശ്രിക്കളാണ് ഞങ്ങളെ പറ്റി നിങ്ങളെ വാദം. അവരോട് സലാം പറയാൻ പാടില്ല നിങ്ങളെ ബുക്കിലുണ്ട്. സലാമിന് മാത്രം ഒരു ഹുക്കുമാ?
ഞങ്ങൾ മഹാമുശിരിക്കാണെങ്കിൽ ഞങ്ങളെ കുട്ടികളെ കെട്ടാൻ പാടില്ല, ഞങ്ങളെ തിന്നാൻ പാടില്ല, ഞങ്ങളെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, ഞങ്ങൾ രോഗം ഉണ്ടായാൽ മുസ്ലിം നിലയ്ക്ക് കാണാൻ പാടില്ല, നിങ്ങളെ മക്ബറിൽ ഞങ്ങളെ മറവ് ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ അതിന്റെ കൂട്ടത്തിലുള്ള ആ സ്വത്തവകാശം. അല്ല, സ്വത്തവകാശം മാത്രം വിഷയമല്ല, ഏതെങ്കിലും സമ്മതിക്കും അല്ലേ? അപ്പൊ അത് നിങ്ങൾ സമ്മതിക്കാത്തിടത്തോളം കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞത് ബാക്കി നിൽക്കുക ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ 4 ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു. കുറെ പ്രസംഗിച്ചു എന്നല്ലാതെ ഇപ്പൊ എന്ത് ആയത്? എന്റെ 4 ചോദ്യം ചോദിച്ചിരുന്നു, ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു സൽസബീലിൽ എഴുതിയത് ബറക്കത്തിന് വേണ്ടിയല്ല എന്ന് ഉറപ്പാണ്, കാരണം മുജാഹിദുകളാണല്ലോ. ബറക്കത്തിന് വേണ്ടിയല്ല, ഇത് എന്തിനു എഴുതിയതാ? ഈ പറഞ്ഞ 3 ആളുകൾ മുസ്ലിമും മുശ്രിക്കും കാഫിറുമല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് മൂപ്പര് കുറെ പ്രസംഗിച്ചു. പ്രസംഗം നമുക്ക് വേണ്ടല്ലോ, അതൊക്കെ നമുക്ക് അതിന്റെ സ്ഥലത്ത് മതി. ഇവിടെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഈ സൽസബീലിൽ എഴുതിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. ഈ വൈദ്യത്തോഴത്തുമൂഹും ഇന്നക്കുംല മുശ്രിക്കൂൻ, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അവര് കാന്തപുരവും കേവിയും ഈകയും മുശ്രിക്കും കാഫിറുമല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലേ? അത് തുറന്നിട്ട് പറയണം. അങ്ങനെ ഔഞ്ഞം കാട്ടിയാ പോരാ, തുറന്ന് പറയണം. ഒന്നാമത്തെ ചോദ്യം, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, ബിംബാരാധനയാണ് സുന്നികൾ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ നമ്മുടെ ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷനിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരുന്നു. ബിംബാരാധകർ മുശ്രിക്കുകളാണോ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ബിംബാരാധകർ മുസ്ലിങ്ങളാണോ മുശ്രിക്കുകളാണോ? ഞങ്ങളൊക്കെ സുന്നികൾ ബിംബാരാധകരാണെന്നാണ് പറഞ്ഞത്. ആ ബിംബാരാധന ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് ചോദിക്കുന്നു, ബിംബാരാധന ചെയ്യുന്നവർ മുസ്ലിങ്ങളാണോ മുശ്രിക്കുകളാണോ? ഉത്തരം പറയണം. പ്രസംഗിച്ചത് കൊണ്ടായില്ല. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചു മൗലിദ് ഓതുന്ന മുസ്ലിമാണോ മുശ്രിക്കാണോ എന്ന് ചോദിച്ചിരുന്നു. അത് ഇങ്ങനെ മടക്കരമ ചവിട്ടിയ മാതിരിയാണ് പറയുന്നത്. ഇവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്ത്, അവിടെ ചവിട്ടുമ്പോ ഇവിടെ പൊന്ത്. അതുകൊണ്ടായില്ല. മറുപടി പറയണം, മുസ്ലിമാണോ മുശ്രിക്കാണോ? ഇത് തീർത്ത് നിങ്ങൾ പറയണം. അപ്പോഴേ നമ്മുടെ ഈ വിഷയം തീരുമാനമാവുള്ളൂ, അല്ലാതെ പറ്റില്ല. നാലാമത്തേത്, ശിർക്ക് ചെയ്യുന്നവരുടെ സ്വത്തവകാശം മുജാഹിദുകൾക്ക് അനുവദനീയമാകുന്നതിൽ ഖുർആനിൽ തെളിവുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആയത്ത് ഓതിയിട്ടില്ല. നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? ചോദ്യം അതാണല്ലോ, ഖുർആനിൽ തെളിവുണ്ടോന്ന ഒരു ആയത്തും എന്റെ സഹോദരൻ ഇതുവരെയും ഓതിയിട്ടില്ല. അത് പറഞ്ഞാൽ അത് മാത്രം പോരാ, വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ശുക്രല്ലക്കും അതുകൂടി ഞങ്ങൾ ചോദിപ്പിക്കാൻ ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട്. അത് ഞങ്ങൾ അതിന്റെ സമയത്ത് ചോദിച്ചോളാം ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇപ്പൊ ചോദിച്ചതിന് ഖുർആനിൽ നിന്ന് ഒരായത്ത് ഉദ്ധരിക്കണം. നമ്മളെ ന്യായം വേണ്ട, എന്റെ ന്യായവും വേണ്ട, നിങ്ങളുടെ ന്യായവും വേണ്ട. ആയത്താണ് ചോദിച്ചത്, ആ ആയത്ത് മറുപടി പറയണം. അതിന് മറുപടിയായിട്ട് സ്വത്തവകാശം മാത്രമല്ലല്ലോ, നമ്മൾ സലാം പറയലുണ്ട്, അതുണ്ട് ഇതുണ്ട് പലതും ഉണ്ട്. അത് ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ ചോദ്യം, ഈ സ്വത്തവകാശം ചെയ്യാൻ മുജാഹിദുകൾക്ക് മുശ്രിക്കുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും എന്നതിന് ഖുർആനിൽ നിന്ന് ഒരായത്ത് ഉദ്ധരിക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞു നബി എന്ന് പറഞ്ഞ് സുന്നികൾ ചെയ്യുന്ന മഹ്കൂസ് മൗലിദിലെ വരി, അത് ചൊല്ലിയാല് അത് ശിർക്ക് ചെയ്യുന്ന പരിപാടിയാണ്, ശിർക്കിന്റെ പരിപാടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എന്റെ 5ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു. മൗലിദ് ഓതിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ച വ്യക്തി, അതെന്താ? ഇർത്തകബത്ത് ചൊല്ലി പിന്നെ അശ്ഹദുല്ലാഹില ചെല്ലാൻ നേരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണു മരിച്ച വ്യക്തിക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ? ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറയണം. പഴയ ബുക്ക് വായിച്ച് സമയം കളയരുത്. ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത്. മൗലിദ് ഓതിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചു, ഇതൊന്നും പറയാൻ പറ്റൂലല്ലോ. അയാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ? ഇതിന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ തെളിവ് പറയണം. ന്യായം പോരട്ടോ, ന്യായം പോരാ. ഈ 5 ചോദ്യം, ഒരു ചോദ്യം കൂടി, നേരത്തെ പറഞ്ഞ 4 ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. 5ാമത്തെ ചോദ്യം കൂടി മറുപടി കിട്ടി. നിങ്ങൾ ഈ ദുനിയാവെന്ന് സമ്മതിക്കോ? അള്ളാന്റെ റസൂൽ അബൂജഹലിന് എത്ര മറുപടി എടുത്തു? മറുപടി കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ സ്വഭാവ അബൂജഹലിന് തൃപ്തിയാകുമോ? റസൂലുള്ളാന്റെ ആയത്ത് ഖുർആൻ ഓതിക്കൊടുക്കുമ്പോ വേറെ ഖുർആൻ കൊണ്ട് ഇതല്ലാത്ത വേറെ ഖുർആൻ ഉണ്ടോ?
എത്ര അത് എപ്പോഴും വരെ സ്വഭാവ പ്രവാചകന്മാരെ ശത്രുക്കൾക്കൊക്കെ പ്രവാചകന്മാർ എത്ര തെളിവ് കൊടുത്താലും പറയും തൃപ്തിയായിട്ടില്ല. നിങ്ങൾ രാത്രി പോയിട്ട് കടന്നിട്ട് നെഞ്ചത്ത് കൈവച്ചെന്ന് ആലോചിച്ച് അങ്ങക്ക് തൃപ്തിയായിട്ടുണ്ടോ എന്ന് അപ്പം വരും. ചിലപ്പോ നിങ്ങൾക്ക് ഉറക്കം വരൂല 4 ദിവസം. അത് വേറെ കാര്യം. പിന്നെ സെൽസബിയിൽ എന്തിനാ എഴുതിയത്? അത് മുസ്ലിം ബർക്കത്തിന് എഴുതിയതാണോ? ഞാൻ പറഞ്ഞു നിങ്ങൾ തർക്കക്കാരാണ്. അള്ളയും റസൂലും പറഞ്ഞതിനെതിരെ തർക്കമുണ്ടാക്കുന്ന പണി അങ്ങക്ക്. ശവം തിന്നുന്നതിന്റെ പേരിൽ അന്ന് അവര് തർക്കിച്ചത് പോലെ നിങ്ങൾ പല ജാതി തർക്കം ഉണ്ടാക്കിയിട്ട് ഓല് രണ്ടാളും തർക്കക്കാരാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തത് മൂപ്പര് ചോദിക്കാണ്, കേവിയും കാന്തപുരവും മുശ്രിക്കാണോ അല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചോ? മുസ്ലിം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണി ഞങ്ങൾക്കില്ല. അന്നാൾ മുശ്രിക്ക് ഇന്നാൾ കാഫിർ എന്ന് പേരെടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണി അത് അള്ളാഹ്ക്കുള്ളൂ. ആ പണി ഞങ്ങൾക്കില്ല. രണ്ടാമത്തിന്റെ ഉത്തരം, ശിർക്കിന്നത് കുഫറിന്നത് എന്ന് വിശദീകരിക്കും. അത് കാന്തപുരം ചെയ്താലും സെക്കരിയ ചെയ്താലും അൽബിസക്കാബി ചെയ്താലും ആര് ചെയ്താലും ശിർക്ക് ശിർക്കന്നെ, കുഫർ കുഫറന്നെ. തൂമ്പനെ തൂമ്പ എന്ന് വിളിക്കും ഞങ്ങള്, ശിർക്കിനെ ശിർക്കെന്ന് വിളിക്കും. മുസ്ലിം സമുദായത്തിലെ ശിർക്കാച്ചിട്ട് മിണ്ടാണ്ടക്കൂല. പിന്നെ മൗലിദോദിയാൽ അള്ളാന്റെ റസൂലിനെ പൊരുത്തം ആഗ്രഹിച്ചാൽ, റസൂലിന് പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, റസൂലിനെ പ്രസാദിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ശിർക്കിന്റെ വരികൾ ഒരുപാടുണ്ട് മൗലിദിന്. അങ്ങനെ റസൂലിനോട് പൊരുത്തത്തിന് വേണ്ടി തേടുന്നുണ്ടെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ശിർക്ക് ചെയ്താൽ അതിന്റെ അമല് മുഴുവൻ പൊളിഞ്ഞു പോകും. മാത്രല്ല ഇന്നഹു മൻ യുശ്രിക്കില്ല ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ അവന് സ്വർഗ്ഗം ഹറാമാണ്. വമഅവാഹുന്നാർ, അവന് ജന്നത്താനുള്ള സങ്കേതം നരകമാണ്. അത്രയും ഗൗരവമുള്ള കുറ്റമാണ് അയാൾ ചെയ്യുന്നത്. പിന്നെ മുശ്രിക്കുകളുടെ സ്വത്തവകാശം, മുശ്രിക്കാണോ നിങ്ങൾ പറയും? ഞങ്ങൾ മഹാമുശ്രിക്കുകളാന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ അല്ലെ? ഞങ്ങളെ കൂട്ടന്ന് കുറെ നിങ്ങൾ കെട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയം ഞങ്ങളെ ചോദ്യ സമയത്ത് അത് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ മൂന്നാമത്തെ ചോദ്യം അതാണല്ലോ. തൗഹീദും ശിർക്കുമെന്ന് SSF പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മുജാഹിദുകൾ മഹാമുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ ഒരുപാട് കുട്ടികൾ നിങ്ങൾ കെട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് മക്കൾ മുജാഹിദായിട്ടുണ്ട്. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ ഒപ്പം വേറെയും കുറെ പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓ അങ്ങനെ ഉണ്ടല്ലേ. മൂപ്പരിപ്പ മനസ്സിലാക്കി എങ്ങനെയുണ്ട് ഒരു പ്രശ്നം. നിങ്ങൾ സലാം പറയൽ മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ എഴുതിയത് അത് മാത്രമേ ഉള്ളൂ. അതും ഗൾഫിൽ പോയി പൈസ ഇട്ടുന്നുണ്ടാ പിന്നെ ഒന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പൊ സലാമും പറയാ, കെട്ടിപ്പിടിക്കുകയും ചെയ്യാ, അതൊന്നും പ്രശ്നമല്ല. അത് വേറെ വിഷയമാണ്. പക്ഷേ സലാം പറയൽ മാത്രമല്ല. തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? സ്വത്തവകാശം ഉണ്ടോ? കുട്ടികളെ കെട്ടാൻ പറ്റുമോ? കെട്ടിയിട്ടിപ്പോ നിലനിൽക്കണ തലാക്ക് ചെല്ലണോ? ജനിച്ചോടത്തോളം കുട്ടികളൊക്കെ വ്യഭിചാര സന്തതികളാണോ? അതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാലോ. ഞങ്ങളെ കുട്ടികളെ നിങ്ങളും കെട്ടി, നിങ്ങളെ കുട്ടികളെ ഞങ്ങളും കെട്ടിയിട്ടുണ്ട് അല്ലെ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്നിപ്പോ ഒരു മുസ്ലിയാരെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ സെലഫി ലേണിംഗ് റിസർച്ച് സ്കൂളിൽ 6 മാസം പഠിച്ച റഷീദ് മുസ്ലിയാർ, അയാളെ കൊണ്ട് നിങ്ങൾ ഷഹാദത്ത് ചെല്ലിച്ചീനോ? അത് നിങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കണം. പോയി കുളിച്ചു പാടാ, മഹാമുശ്രിക്കായി നടന്നിട്ട് പോയി കുളിച്ച് ഷഹാദത്ത് ചെല്ലിക്കോന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത് യഥാർത്ഥത്തിൽ ഞാൻ ചോദ്യം ചോദിക്കല്ല, അതും കൂടി ആ കൂട്ടത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു വലിയൊരു സാങ്കല്പിക ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? ഒരാളിങ്ങനെ ഇർത്തക്കപ്പത്ത് ചെല്ലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആടുന്നതിനിടയിൽ അതാ കിടക്കുന്നു വീണു. അങ്ങനെ വീണ് മരിച്ചാൽ അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? വീണപാട് അയാൾ തൗബ എണ്ണീക്കണോന്നറിയില്ല. പടച്ചോനെ ഈ ശിർക്കിന്റെ വരിയും ചൊല്ലി നാദാജി പൊറുക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് അംഗീകരിച്ചിട്ടാണ്, അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് അതൊന്നും ഇവർ വിശദീകരിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെ ആകട്ടെ, ഇർത്തക്കബത്ത് ചൊല്ലിയിട്ട് വീണാലും ശരി, ഇർത്തക്കബത്ത് ചൊല്ലി വീട്ടിൽ വന്നിട്ട് ഭാര്യന്റെ അടുത്ത് കിടന്നിറങ്ങുമ്പോ വെച്ചാലും ശരി, ശിർക്ക് ചെയ്തുകൊണ്ട് മൻ മാത വഹുവ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ. മൻ മാത വഹുവ യുശ്രികു ബില്ലാഹി ശൈഅൻ വഹുവ ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചാൽ നരകത്തിൽ കിടക്കും, ശിർക്ക് ചെയ്യാതെ മരിച്ചാൽ സ്വർഗത്തിൽ കിടക്കും. ഇതാണ്. പക്ഷെ ഒരാൾ മരിക്കും, അയാളെ മനോഗതി എന്താണ് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹ് മാത്രം അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് അയാൾ മുസ്ലിമായി നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? അയാളെ മയ്യത്ത് നമ്മൾ നിസ്കരിക്കും. മഹാമുശ്രിക്കാണ് മുജാഹിദുകൾ എന്നിട്ട് മുജാഹിദികളെ മയ്യത്ത് എത്ര നിസ്കരിച്ചു അല്ലെ? നെഹ മരിച്ചിട്ട് നിങ്ങളെ നേതാവ് നിസ്കരിച്ചിട്ടില്ലേ? അതൊക്കെ ഈ കക്കാരെഴുതിയത് എമ്പാടും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വേറെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ 5 ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി മറുപടി കിട്ടിയില്ല എന്ന് പറയരുത്. അത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അബൂജഹൽ പണ്ട് പറഞ്ഞാണ്,